الرجيم بسم الله الرحمن الرحيم منيبين إليه واتقوه وأقيموا الصلاة ولا تكونوا من المشركين من الذين فرقوا دينهم وكانوا شيعا كل حزب بما لديهم فرحون وإذا مس الناس ضر دعوا ربهم منيبين إليه ثم إذا أذاقهم منه رحمة إذا فريق منهم بربهم يشركون ليكفروا بما آتيناهم فتمتعوا فسوف تعلمون أم أنزلنا عليهم سلطانا فهو يتكلم بما كانوا به يشركون وإذا أذقنا الناس رحمة فرحوا بها وإن تصبهم سيئة بما قدمت أيديهم إذا هم السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. فكن مخلصا واعمل من الخير دائما لعلك تحظى بالمثوبة والأجر. وداوم على تقوى الإله فإنها أمان من الأهوال في موقف الحشر. പ്രിയപ്പെട്ട
സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ പരിപാടി അടുത്തുനിന്നും അകലെ നിന്നും ശ്രവിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട നാട്ടുകാരെ, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം, ആ അനുഗ്രഹം കൊണ്ട് ഈ പ്രദേശത്തൊരിക്കൽ കൂടി പരിശുദ്ധ ഇസ്ലാമിൻ്റെ തനതായ ആദർശ കാലാവസ്ഥയും മറ്റ് എല്ലാ ഘടകങ്ങളും അനുകൂലമാക്കി തന്ന അല്ലാഹു സ്തുതികൾ അർപ്പിക്കപ്പെടാൻ അർഹനാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വളരെ ശക്തമായി അതിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രബോധന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആ മേഖലയിൽ എന്തൊക്കെ ആവശ്യമുണ്ടോ അത് മുഴുവനും നടത്തിക്കൊണ്ടാണ് മുജാഹിദുകൾ പ്രവർത്തനം നടത്തുന്നത്. പ്രബോധന വിഷയത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് മാറ്റി നിർത്തപ്പെടാൻ ഏതെങ്കിലും ഒരു വിഭാഗം മുജാഹിദുകൾക്ക് കഴിയാത്തതാണെന്ന് പറയാൻ ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല. സാധാരണ ജനങ്ങൾക്ക് സത്യമെത്തിച്ചു കൊടുക്കാൻ വേണ്ടി സാധാരണ പ്രസംഗങ്ങൾ നടത്താറുണ്ട്. ആ പ്രസംഗത്തിന് മറുപടി പറയുമ്പോൾ ഖണ്ഡന പ്രസംഗങ്ങൾ വരാറുണ്ട്. അതിനുശേഷം ആളുകൾക്ക് സത്യം മനസ്സിലാക്കണം, അതുകൊണ്ട് ഞങ്ങൾക്ക് ചോദ്യം ചോദിക്കാൻ അവസരം തരണമെന്ന് പറയുമ്പോൾ മുഖാമുഖങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്. പണ്ഡിതന്മാർ മുഖാമുഖം ഇരുന്നു കൊണ്ട് ചർച്ച ചെയ്യണമെന്ന് പറയുമ്പോൾ സംവാദം നടത്താറുണ്ട്. ഇങ്ങനെ പ്രബോധനത്തിന്റെ ഏതൊക്കെ മേഖലകളുണ്ടോ ആ മേഖലകൾ മുഴുവനും മുജാഹിദുകൾ പ്രവർത്തന മണ്ഡലമാക്കി മാറ്റിയിട്ടുണ്ട്. നാളിന്ന് വരെയുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം പരിശോധിക്കുമ്പോൾ മുജാഹിദുകളുടെ പ്രവർത്തനം കൊണ്ട്, പ്രസംഗം കൊണ്ട്, പ്രബോധനം കൊണ്ട്, ആശയ പ്രബോധനം കൊണ്ട് നാട്ടിൽ നിലനിൽക്കുന്ന മുഴുവൻ ഖുറാഫാത്തുകളും തകർന്നടിയും അതിന്റെ ആ പ്രചാരകരായിരുന്ന ആളുകൾ, പണ്ഡിതന്മാർ മുതൽ സാധാരണക്കാര് വരെ ഉള്ള ആളുകൾ സത്യം മനസ്സിലാക്കി ഈ ആദർശ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുമ്പോൾ സ്വാഭാവികമായും അപ്പുറത്തുള്ള ആളുകൾക്ക് വല്ലാത്ത വിഷമം അനുഭവപ്പെടുക. ആ വിഷമം അനുഭവപ്പെടുമ്പോൾ ആ വിഷമം പ്രകടിപ്പിക്കുന്നത് മുജാഹിദുകളെ ചീത്ത വിളിക്കുന്ന ഘട്ടം വരും. മുജാഹിദുകളെ ചീത്ത വിളിച്ചാലൊന്നും മുജാഹിദുകൾ പ്രതികരിക്കാറില്ല. കാരണം അങ്ങനെ ആരൊക്കെ എന്തൊക്കെ പറയും, അതിന്റെ പിന്നാലെ ഒന്നും പോകണ്ടല്ലോ. അത് കഴിയുമ്പോൾ മുജാഹിദുകളെ ചീത്ത വിളിച്ചു കഴിയുമ്പോൾ പിന്നെ അക്രമത്തിന്റെ സ്വഭാവം എടുക്കും. നാളെ ഇന്ന് വരെ മുജാഹിദ് പണ്ഡിതന്മാരെ കയ്യേറ്റം ചെയ്തിട്ടുണ്ട്, മുജാഹിദ് പരിപാടികൾ തകർത്തിട്ടുണ്ട്. ഇന്ന് വരെ മുജാഹിദുകൾ കേരളക്കരയിൽ അങ്ങോളം ഇങ്ങോളം പരിശോധിച്ചാൽ എതിർ വിഭാഗത്തിന്റെ സമസ്ത APO, സമസ്ത EKO, സമസ്ത അനയോ ദക്ഷിണയോ ഏത് വിഭാഗമാവട്ടെ ആ വിഭാഗങ്ങളുടെ ഒന്നും ഒരു പരിപാടിയും തകർത്തിട്ടില്ല. ഒരു പരിപാടിക്കും കല്ലേറ് നടത്തിയിട്ടില്ല. അവർക്കൊക്കെ ഇവിടെ പരിപാടി നടത്തിക്കൊണ്ടുപോകാൻ മുജാഹിദുകൾ ഏറ്റവും കൂടുതലുള്ള പ്രദേശത്ത് പോലും സമസ്ത വിഭാഗത്തിലെ പണ്ഡിതന്മാർ പരിപാടി നടത്തുമ്പോൾ ആ പരിപാടി ആദ്യന്തം ശ്രദ്ധയോടെ വീക്ഷിക്കുകയും ആ പരിപാടിക്ക് വേണ്ട നിലക്കുള്ള എല്ലാ മറുപടികളും തയ്യാറാക്കി പിന്നീട് പരിപാടി വെച്ചുകൊണ്ടാണ് ഞങ്ങൾ പ്രതികരിക്കാറുള്ളത്. പക്ഷേ മുജാഹിദുകളുടെ പ്രവർത്തനത്തിന് തടയിടാൻ കഴിയില്ല എന്നും ആദർശം കൊണ്ട് നേരിടാൻ കഴിയില്ല എന്നും
മുജാഹിദുകളുടെ പ്രവർത്തനം ഏതെങ്കിലും ആകത്ത് നടന്നുപോയാൽ ഉസ്താദുമാരുടെ പിന്നു നിൽക്കുന്ന ആളുകൾ അവരെ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് പോകുമെന്നും അറിയുന്ന ആളുകൾ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഈ കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. നിങ്ങൾക്കറിയുമോ, മുജാഹിദുകൾ ഇന്നുവരെ ഒരു സ്ഥലത്തും പ്രശ്നമുണ്ടാക്കിയിട്ടില്ല. പക്ഷെ മുജാഹിദുകൾക്ക് ശക്തമായ പ്രഹരമേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ്, മുജാഹിദുകളെ പരിപാടി നടത്താൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് ഹാലിളകി നടക്കുന്ന ഒരു വിഭാഗമുണ്ട് കേരളക്കരയിൽ. ഹാലിളകുക മാത്രമല്ല, പലപ്പോഴും ഹാലറാത്ത് വരുന്നവരെ പോലെ പെരുമാറുകയും ചെയ്യും. തരീഖത്തിന്റെയും ദിക്റിന്റെയും ഒക്കെ സദസ്സിൽ ആടിയാടി ഹാലറാത്ത് കയറുന്നു എന്ന് പറഞ്ഞ് ഹാലറായിട്ട് അവസാനം തല കൊണ്ടുപോയി മിമ്പറിലടിച്ചുകൊണ്ട് പെടഞ്ഞു വീഴുന്ന സുന്നിക്കുട്ടികൾ എന്നറിയപ്പെടുന്ന ആളുകൾ മുജാഹിദ് പ്രവർത്തനത്തിന്റെ പ്രസംഗം കേൾക്കുമ്പോഴും മറ്റു വിഷയങ്ങൾ കാണുമ്പോഴും ഹാലിളകും. വളരെ ശക്തമായി ഞാൻ പറയുകയാണ്, ആ ഹാലിളക്കം മുജാഹിദുകളെ തകർക്കാനാണെങ്കിൽ അറിഞ്ഞോളൂ, മുജാഹിദുകൾക്ക് ഒരു കുഴപ്പവും അതുകൊണ്ടുണ്ടാവാനില്ല. ഇന്നലെ വരെ നിങ്ങൾ ഹാലിളകിയിട്ട് എവിടെയൊക്കെ ഹാലിളകിയിട്ടുണ്ടോ അവിടൊക്കെ മുജാഹിദ് പ്രസ്ഥാനം ശക്തമായി തിരിച്ചു വന്നിട്ടുണ്ട് എന്ന കാര്യം വിസ്മരിക്കരുത്. ഇവിടെ ഈ പ്രദേശത്ത് പ്രസംഗിക്കുന്ന ഈ പ്രദേശത്തുകാരനായ ഒരാൾ, AP വിഭാഗത്തിന്റെ കരുത്തനായ നേതാവെന്നൊക്കെ അവര് പറയുന്ന അയാൾ ഈ സംഭവം ഒന്നും അറിയുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നത്. മുജാഹിദിയുടെ പരിപാടികൾ അലങ്കോലപ്പെടുത്തുന്നതും മുജാഹിദികളുടെ പരിപാടിക്കെതിരെ ശക്തമായി രംഗത്ത് വരുന്നതൊന്നും മൂപ്പര് അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. ഇനി മൂപ്പര് ജദിബിന്റെ ഹാലിലാണോ അതോ ഫനായിന്റെ ഹാലിലാണോ എന്ന് എനിക്കറിയില്ല. മൂപ്പരെ പ്രസംഗം നിങ്ങളൊന്ന് കേട്ടു നോക്കുക. ബർക്കത്തിന് ഞാൻ തുടങ്ങാം, മൂപ്പരെ കൊണ്ട് തന്നെ തുടങ്ങാം. മൂപ്പരെ പ്രസംഗം ഒന്ന് കേട്ടു നോക്കുക. ഇവിടെ ഒരു സ്വൈര ജീവിതമുണ്ട്, ഇവിടെ ഒരു ഭരണകൂടമുണ്ട്, ഒന്നും ചെയ്യാൻ പാടില്ല. ഈ ഭരണത്തിന്റെ കീഴിൽ ഭരണം എന്ത് പറയുന്നു ആ രൂപത്തിൽ നമുക്ക് കേടാനുള്ളതൊക്കെ ഇവിടുത്തെ നിയമത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ചോദിച്ചു വാങ്ങുകയല്ലാതെ ഇവിടെ ഒരു സംഘടനത്തിന് നേതൃത്വം കൊടുക്കാൻ പാടില്ല. ഇവിടെ ഒരു സ്വൈര ജീവിതമുള്ള ഈ അവസ്ഥക്ക് ഒരിക്കലും തന്നെ തുരങ്കം വെക്കാൻ പാടില്ല. അങ്ങനെ ഇവിടെ മുസ്ലിം പാരമ്പര്യം ഇല്ല, ഒരു പാരമ്പര്യവും ഞങ്ങൾക്ക് അവകാശപ്പെടാനില്ല. കേരളക്കരയിലെ നിയമങ്ങൾ എന്തൊക്കെയുണ്ടോ ആ നിയമങ്ങൾ പിൻപറ്റിക്കൊണ്ട് ജീവിക്കൽ മാത്രമാണ് ഞങ്ങൾ ചെയ്യുന്നത്. നിയമത്തിൽ നിന്ന് ഊരിച്ചാടുന്ന സ്വഭാവം ഞങ്ങൾക്കില്ല എന്നാണ് അദ്ദേഹം പ്രസംഗിച്ചത്. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം അഥവാ ഇന്നലെ മുജാഹിദ് പ്രസ്ഥാനത്തെ വെല്ലുവിളിച്ച്, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാരെ വെല്ലുവിളിച്ചു. നിങ്ങൾക്കൊരു മുഖാമുഖം സംഘടിപ്പിക്കാമോ? മൗലിദാഘോഷം തെറ്റാണെന്ന് നിങ്ങൾ ഗീർവാണ പ്രസംഗമല്ലേ നടത്തുന്നത്? ഞങ്ങളുടെ ചുണക്കുട്ടികളുടെ മുന്നിൽ ചോദ്യത്തിന് മുന്നിൽ നിങ്ങൾക്ക് നിൽക്കാൻ കഴിയുമോ? മുഖാമുഖം നിങ്ങൾ സംഘടിപ്പിക്കൂന്നൊക്കെ അവിടെയും ഇവിടെയും ഒക്കെ ഒച്ചയിട്ടു. കൃത്യമായി മുജാഹിദ് പണ്ഡിതന്മാരതങ്ങ് സ്വീകരിച്ചു. മുഖാമുഖം നടത്തി മഞ്ചേരിയിലെ അവിടെ പരിപാടി നടത്തി. പരിപാടിയുടെ തുടക്കത്തിൽ ഔദ്യോഗിക സമസ്ത എന്ന് പറയപ്പെടുന്ന EK വിഭാഗം ആളുകൾ ആ പരിപാടിയുടെ സ്ഥലത്തുനിന്നാണ് മൗലിദാഘോഷത്തിന്റെ റാലിയുടെ തുടക്കം. കുറച്ചു നേരം നമ്മൾ കാത്തിരുന്നു. 5:30 വരെ 5 മണിക്ക് തുടങ്ങുന്നു പറഞ്ഞ പരിപാടി 5:30 വരെ 5:40 വരെ കാത്തിരുന്നു. പ്രകോപനം ഉണ്ടാക്കാതിരിക്കാൻ, അഥവാ നമ്മളുടെ പരിപാടി തുടങ്ങിയാൽ അത് അവർക്കൊരു പ്രശ്നമുണ്ടാകണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തു മുജാഹിദുകൾ. പേടിച്ചിട്ടല്ല, ആരെങ്കിലും എന്തെങ്കിലും മൂക്കിലങ്ങ് വലിച്ചു കളയുമെന്ന പേടി കൊണ്ടൊന്നുമല്ല, മറിച്ച് വിട്ടുവീഴ്ച ചെയ്യണമെന്നുള്ള പ്രവാചകന്റെ വ്യക്തമായ നിർദ്ദേശപ്രകാരം. നേരത്തെ നിങ്ങൾ കേട്ടില്ലേ, ഒരേ സമയത്ത് 2 കൂട്ടർക്ക് പരിപാടി നടത്താൻ വേണ്ടി പ്രിയപ്പെട്ട സഹോദരന്മാരെ, അങ്ങനെ മുജാഹിദ് പ്രസ്ഥാനം മുഖാമുഖം സംഘടിപ്പിച്ചു. കൃത്യമായി പരിപാടി മുന്നോട്ട് പോകുന്നു. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ആ റാലി കടന്നുപോയതിനു ശേഷം മുജാഹിദുകൾ പരിപാടി ആരംഭിച്ചു. അതിനുശേഷം വിഷയാവതരണം കഴിഞ്ഞു. മഗ്രിബ് നമസ്കാരത്തിന് ശേഷം വിഷയാവതരണത്തിന്റെ ബാക്കിയും കഴിഞ്ഞു. ചോദ്യോത്തര സെഷൻ ആരംഭിച്ചു. ചോദ്യോത്തര സെഷനിൽ കേരളത്തിലെ AP വിഭാഗത്തിൽ അറിയപ്പെടുന്ന ഒരു സഖാഫി, കുമ്മോളി സഖാഫി, അദ്ദേഹത്തിന്റെ അനുജൻ അബ്ദുൽ ലത്തീഫ്, നാദാപുരത്തുകാരനായ അദ്ദേഹം ചോദ്യം ചോദിക്കാൻ തുടങ്ങിയത് മുതൽ
ആ സദസ്സിന്റെ അങ്ങേയറ്റം മുതൽ തക്ബീറുകൾ തുടങ്ങി. ഉത്തരം പറയാൻ തുടങ്ങുമ്പോൾ കൂക്കലും. അങ്ങനെ തുടങ്ങി വിഷയം. പിന്നീട് ഇവർ പ്രശ്നം ഉണ്ടാക്കുന്ന AP വിഭാഗം അവിടെ തടിച്ചുകൂടി പ്രശ്നം ഉണ്ടാക്കി. പോലീസുകാർ നിഷ്ക്രിയരായി നോക്കി നിൽക്കേണ്ടി വരുന്നു. നിയമം പാലിക്കുമെന്ന് നിയമത്തെ അംഗീകരിച്ചുകൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നതെന്നും ഒരു സംഘടനവും ഈ സമുദായം ഉണ്ടാക്കിയിട്ടില്ല എന്ന് ഘോരഘോരം പറഞ്ഞ അഹ്സനിയുടെ വാചകം, ഞങ്ങളുടെ പാരമ്പര്യം അതല്ല എന്ന് പറഞ്ഞ അഹ്സനിയുടെ വാചകം അവരുടെ ചുണക്കുട്ടികൾ കാട്ടിയത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അദ്ദേഹത്തിന്റെ ആളുകൾ നബവി ഇമാം പറഞ്ഞല്ലോ, ഇജ്മാ ഉള്ള വിഷയമാണ്, ധാരാളം ഹദീസ്. അത് ആയത്തിൽ മുമ്പ് പറയട്ടെ. ഇവിടെ ഏറ്റവും വലിയ വിരോധാഭാസമാണ് നടക്കുന്നത്. ഖുർആനിൽ തെളിവില്ല, ഹദീസിൽ തെളിവില്ല. നിങ്ങളുടെ ഭാഷയിലുള്ള മുശ്രിക്കായ നബവി ഇമാമിന്റെ ഇബാറത്താണ് നിങ്ങൾ ഇപ്പൊ തെളിവ് പറയുന്നത്. നബവി മുശ്രിക്കാൻ ഞങ്ങൾ എവിടെ പറഞ്ഞു? അതിപ്പോ പറയണം, എന്നിട്ട് ബാക്കി പറഞ്ഞാൽ. നബവി ഇമാം മുശ്രിക്കാണെന്ന് ഞങ്ങൾ എഴുതിയത് എവിടെ? പറ. നബവി ഇമാം മുസ്തശ്ഫി അംബി റസൂലില്ലാഹി എന്ന് പറഞ്ഞുകൊണ്ട് അതൊന്നും പറഞ്ഞിട്ടില്ല. ഇമാമിന്റെ കിതാബുകൾ തുടങ്ങാറുണ്ട്. അതൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. നബവി ഇമാം മുശ്രിക്കാണെന്ന് ഞങ്ങൾ പറഞ്ഞത് ഇപ്പൊ നിങ്ങൾ കാണിച്ചു തരണം, എന്നിട്ട് ബാക്കി പറഞ്ഞാൽ മതി. നബവി ഇമാമിന്റെ ആശയം ശിർക്കിന്റെ മൗസൂമാണെന്ന് എന്നോട് എന്നെ പറഞ്ഞു. ഒരാൾ ചെയ്യുന്നതോ ഒരാൾ പറയുന്നതോ ഇന്ന കാര്യം ചെയ്താൽ അത് ശിർക്കാണ്, കുഫറാണ് എന്ന് പറയുന്നതിനെ പറ്റിയല്ല. നബവി ഇമാം മുശ്രിക്കാണെന്ന് ഞങ്ങൾ പറഞ്ഞത് അവിടെ, അതിപ്പോ നിങ്ങൾ കാണിച്ചു തരണം, എന്നിട്ട് ബാക്കി പറഞ്ഞായി. നബവി ഇമാം മുശ്രിക്കാണെന്ന് മുജാഹിദുകൾ എഴുതിയത് അവിടെ. നബവി ഇമാം മുശ്രിക്കാണെന്നല്ല, നബവി ഇമാമിന് ശിർക്കിന്റെ നിങ്ങൾ സംസാരിക്കേണ്ടതില്ല. നിങ്ങൾ ഈ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന സ്വഭാവം അത് നിങ്ങൾ മുസ്ലിയാക്കന്മാരുടെ സ്വഭാവം തന്നെയാണ്. ഞങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ഏതായാലും സഹോദരന്മാരെ, വിജയിക്കാമെന്ന് കൂടി സാമൂഹികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഇവിടെ കഴിഞ്ഞ വിഷയാവതരണ ഉണ്ടാക്കിയിട്ട് ഈ ആഘോഷം പാടില്ല എന്ന് ഖുർആൻ കേട്ടോ. ഈ ആഘോഷം വിദേത്താണ് എന്ന് ആയത്തുണ്ടോ എന്ന് ചോദിക്കേണ്ടി വന്നത് നാടെന്നാകെ ദീനിന്റെ ഉസൂൽ അറിയാത്ത, ദീനിനെ കുറിച്ച് കാര്യമായൊന്നും പഠിക്കാൻ അവസരമുണ്ടായിട്ടില്ലാത്ത സാധാരണക്കാരെ പൊട്ടീസാക്കുവാൻ വേണ്ടി വ്യാപകമായി നടക്കുന്ന നോട്ടീസ് കാണുന്ന ഒരു മാറ്ററാണത്. എന്താണ് ഇത്? പാടില്ല എന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല. ഈ നബിദിനാഘോഷം പാടില്ല എന്നത് ഒരായത്ത് കൊണ്ടുവന്നാൽ ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കാൻ ഉണ്ടാവില്ല എന്ന കാര്യം അറിഞ്ഞിട്ടാണല്ലോ അയാൾ അങ്ങനെ കാണാൻ കഴിയും. രേഖപ്പെടുത്തി വെച്ചത് നബിയുടെ മഹത്വം പറയുന്ന, നബിയുടെ ജീവിതത്തെ പഠിപ്പിക്കുന്ന നബിയുടെ ചോര പൊട്ടി സഹോദരനെ കൊണ്ടുവരുന്നത്. കുറച്ച് വെള്ളം കുടിക്കും. അവിടെ അമർത്തി അല്ല, അങ്ങനെ ഇതിന് പിടിക്കല്ലേ? ഹലോ, ടൗവച്ച് പിടിക്കല്ലേ? കയ്യിൽ പിടിക്കും. സഹോദര കണ്ടോ, ഒരു സഖാഫിയുടെ അനിയനാണ് ഇദ്ദേഹം വെറും സാധാരണക്കാരനല്ല. ദുബൈയിൽ വെച്ച് അനസ് മൗലവിയുമായി സംവാദം നടത്തിയ മനുഷ്യൻ കൂടിയാണ് അയാൾ. അയാളുടെ നേതൃത്വത്തിലാണ് കാന്തപുരം വിഭാഗം ആ പരിപാടി കലക്കാൻ വന്നത്. അയാളുടെ ചോദ്യത്തിന് ശക്തമായി സക്കരിയ സ്വലാഹി പിടികൂടുകയും അവസാനം ആദ്യം പറഞ്ഞത് മാറ്റി പറയുകയും ചെയ്തു. അദ്ദേഹത്തെ കൊണ്ട് നിലനിൽപ്പില്ല എന്ന് മനസ്സിലാക്കിയ സുന്നി കുട്ടികൾ പിന്നെ കാണിച്ച കാര്യങ്ങൾ എന്താണ് എന്ന് അടുത്ത ഭാഗത്തിലൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. കണ്ടോ സുന്നി മുസ്ലിംകാരാണ് കാണുന്നത്. കണ്ടോ, പാരമ്പര്യം സൂക്ഷിക്കുന്ന അഹ്സനിയുടെ ആളുകളാണ്. എന്തച്ചടക്കാൻ നോക്കി അവർക്ക്. ഈ ആഘോഷം വിദേത്താണ് എന്ന് ആയത്തുണ്ടോ എന്ന് ചോദിക്കേണ്ടി വന്നത് നാടെന്നാകെ ദീനിന്റെ ഉസൂൽ അറിയാത്ത, ദീനിനെ കുറിച്ച് കാര്യമായൊന്നും പഠിക്കാൻ അവസരമുണ്ടായിട്ടില്ലാത്ത സാധാരണക്കാരെ പൊട്ടീസാക്കുവാൻ വേണ്ടി വ്യാപകമായി നടക്കുന്ന നോട്ടീസ് കാണുന്ന ഒരു മാറ്ററാണത്. എന്താണ് ഇത്? പാടില്ല എന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല. ഈ നബിദിനാഘോഷം പാടില്ല എന്നത് ഒരായത്ത് കൊണ്ടുവന്നാൽ ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കാൻ ഉണ്ടാവില്ല എന്ന കാര്യം അറിഞ്ഞിട്ടാണല്ലോ അയാൾ അങ്ങനെ കാണാൻ കഴിയും. രേഖപ്പെടുത്തി വെച്ചത് കണ്ടോ. ഇനി കല്ലേറ് വരികയാണ്. മുജാഹിദുകൾ തങ്ങളുടെ തലയിൽ നിന്ന് കല്ലേറ് കൊള്ളാതിരിക്കാൻ കണ്ടോ വെള്ളം കുടിക്കും. അവിടെ അമർത്തി അല്ല, അങ്ങനെ ഇതിന് പിടിക്കല്ലേ? ഹലോ, ടൗവച്ച് പിടിക്കല്ലേ? കയ്യിൽ പിടിക്കും.
എന്നതാണ് നമ്മുടെ സഹോദരന്മാർ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അഹ്സനിയുടെ ആളുകളുടെ പാരമ്പര്യമായി കണ്ടത് എങ്ങനെ ശാന്തമായി നടന്നുകൊണ്ടിരുന്ന മുജാഹിദുകളുടെ മുഖാമുഖം കലക്കുവാൻ സഖാഫി കുട്ടികളുടെ പ്രിയപ്പെട്ട ആളുകൾ ചോദ്യം ചോദിച്ചപ്പോൾ മറുപടി കൊണ്ട് മുസ്ലിയാക്കന്മാർ മൗലവിമാരെ ഉത്തരം മുട്ടിക്കാമെന്നും അങ്ങനെ തകർക്കാമെന്നൊക്കെ പറഞ്ഞ് വിചാരിച്ചിങ്ങ് വന്നപ്പോ മുജാഹിദ് പണ്ഡിതന്മാരുടെ ശരക്കണക്കിനുള്ള മറുപടികളുടെ മുന്നിൽ നിലനിൽക്കാൻ കഴിയാതെ വന്ന് പരുങ്ങിയപ്പോൾ പിന്നീട് മുഖാമുഖം കലക്കാമെന്നങ്ങ് വിചാരിച്ചു. പോലീസുകാർ നിഷ്ക്രിയരായി നോക്കി നിന്നു. കല്ലേറ് നടത്തിയവർ, അതിനുശേഷം എത്ര ആളുകൾ, 3ഓളം ആളുകൾ തല പൊട്ടിക്കീറി രക്തമൊലിച്ച് സദസ്സിലൂടെ നടന്നു വരുന്നത് കണ്ടവരാണ് എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, മഞ്ചേരിയിലെ ആളുകൾ. ഈ തോന്നിവാസങ്ങൾ മുഴുവനും കാണിച്ചപ്പോൾ മുജാഹിദുകൾ പ്രതികരിച്ചില്ല. പരിപാടി സുഗമമായി മുന്നോട്ട് കൊണ്ടുപോയി. ചോദ്യങ്ങൾ ഓരോന്നോരോന്നായി വന്നപ്പോൾ മുജാഹിദ് പണ്ഡിതന്മാർ മറുപടി പറഞ്ഞു. അപ്പോഴതാ അടുത്ത വർത്തമാനം, ഇതിങ്ങനെ തുടരാൻ പറ്റൂല, തുടർന്നാൽ ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കും. അവരുടെ നേതാക്കന്മാർ വന്ന് പോലീസുകാരെ കയ്യിലെടുത്തു. പോലീസുകാർ പറഞ്ഞു ചോദ്യോത്തര സെഷൻ നിർത്തിയിട്ട് പ്രസംഗം തുടങ്ങുന്നു. അങ്ങനെ പ്രസംഗം തുടങ്ങി. പിന്നെയും കാണാം കുറെ സമയം മുഖാമുഖം നീണ്ടുപോയി. അവസാനം നിക്കക്കള്ളിയില്ലാതെ വന്നപ്പോൾ മുജാഹിദുകളെ കല്ലെറിയുകയും അടിക്കുകയും ചെയ്തുകൊണ്ട് പരിപാടി കലക്ക് നാശമാക്കാൻ വേണ്ടി ഇവർ ശ്രമിച്ചു എന്നതാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ. എന്നിട്ടോ ഈ പാരമ്പര്യം നടത്തുന്ന ആളുകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മുജാഹിദുകളുടെ പരിപാടി കലക്കാൻ ദൂരെ മാറിയുന്ന ഇരുട്ടിന്റെ ശക്തികളായി കല്ല് വലിച്ചെറിയുകയും മുജാഹിദുകൾ അടിക്കാൻ വേണ്ടി പ്രത്യേകം തയ്യാറാക്കി വരികയും ചെയ്ത ഈ ആളുകളുടെ നേതാവായ പകരക്കാരൻ അഹ്സനി പറയുകയാണ്, സംഘടനത്തിന് ഞങ്ങളില്ല, ഞങ്ങളുടെ പാരമ്പര്യം അതല്ല, ഞങ്ങൾ ഇവിടുത്തെ നിയമം പാലിക്കുന്നവരാണ്. വല്ലാത്ത നിയമം പാലിക്കുന്ന ആളുകൾ തന്നെ. നാണം കെട്ട ഏർപ്പാടല്ലേ അത്? ഇതിനേക്കാൾ നല്ല പരിപാടി തലയിൽ മുണ്ടിട്ടുകൊണ്ട് നിങ്ങൾക്ക് പോയി മരിച്ചുകൂടെ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം ആദർശത്തെ ആദർശം കൊണ്ട് നേരിടാൻ കഴിയാതെ വരുമ്പോഴാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്യുക. എന്നിട്ടോ ഇന്നത്തെ വിളക്ക് പത്രാത് സിറാജ്, ഇതിന്റെ പേര് സിറാജ് എന്നല്ല ഇടേണ്ടത്, വലാം എന്നാ. അന്ധകാരാണിത്, വെളിച്ചൊന്നുമല്ല, പ്രകാശമൊന്നുമല്ല കേട്ടോ. ഇവരുടെ പത്രത്തിൽ വന്ന വാർത്ത കൂടി ഒന്ന് വായിക്കാം. പത്രത്തിൽ വന്ന വാർത്ത, മുഖാമുഖം എന്ന പേരിൽ പ്രവാചകനെ അവഹേളിക്കാൻ ശ്രമം, മുജാഹിദ് പൊതുയോഗം പോലീസ് തടഞ്ഞു. ഇന്ന് കേട്ടോ, ഈ റിപ്പോർട്ട് കൊടുത്തവൻ മുഖാമുഖം നടക്കുന്നതിന്റെ അടുത്ത് പോലും വന്നിട്ടില്ല. നീ വാർത്ത വായിക്കുമ്പോൾ കേൾക്കാം നിങ്ങൾക്ക്. കണ്ടോ, മുഖാമുഖം എന്ന പേരിൽ പ്രവാചകനെയും മഹത്തുക്കളെയും അവഹേളിച്ചുകൊണ്ട് മുജാഹിദ് മൗലവി വിഭാഗം നേതാക്കൾ സംഘടിപ്പിച്ച പൊതുയോഗം അലങ്കോലമായതിനാൽ പോലീസ് ഇടപെട്ട് അവസാനിപ്പിച്ചു. മഞ്ചേരി മേലാക്കത്ത് ഇന്നലെ രാത്രിയായിരുന്നു പരിപാടി. നീ കേട്ടോണേ, കളവ് നമ്പർ 1. ചോദ്യം ഉന്നയിക്കാൻ അവസരമുണ്ടാകുമെന്ന് വാർത്താ സമ്മേളനത്തിലൂടെ നോട്ടീസ് അച്ചടിച്ചും പ്രചരിപ്പിച്ചവർ ഒടുവിൽ അതിനവസരം നിഷേധിക്കുകയായിരുന്നു. കണ്ടോ നിങ്ങൾ, ചോദ്യം ചോദിക്കാൻ വന്ന ആദ്യത്തെ ആള് കുമ്പോളി സഖാഫിയുടെ അനിയനാ. അതുപോലും അറിയാതെ ഈ സിറാജ് എന്ന് പറയപ്പെടുന്ന അന്ധകാര പത്രം തോന്നിവാസം എഴുതി വിട്ടിരിക്കുന്നു. അവകാശം കൊടുത്തില്ല. ഇനി കേട്ടോ, കഴിഞ്ഞില്ല. പിന്നെ ചോദ്യം ഉന്നയിക്കാൻ അവസരമുണ്ടാകുമെന്ന് പറഞ്ഞ ആൾ കൊടുത്തില്ല. സക്കരിയ സ്വലാഹിയും ഹനീഫ കായക്കൊടിയും വിഷയം അവതരിപ്പിച്ച ശേഷമായിരുന്നു ചോദ്യോത്തരത്തിന് അവസരമുണ്ടായത്. കണ്ടോ, സക്കരിയ സ്വലാഹി വിഷയം അവതരിപ്പിച്ചു, ഹനീഫ കായക്കൊടി ആ വഴിക്ക് വന്നിട്ടില്ല. ഹനീഫ കായക്കൊടി ഇന്നലെ പരിപാടിക്കില്ല. അതുപോലും ഈ വലാമ പത്രത്തിന്റെ ആളുകൾ അറിഞ്ഞില്ല. കണ്ടോ, ഈ ആളുകൾ അറിഞ്ഞിട്ടില്ല. മാത്രമല്ല, എനിക്കോട്ടോളൂ, നിങ്ങൾ രാത്രി 8:30 സദസ്സിൽ നിന്ന് ചോദ്യം ഉന്നയിച്ച സുന്നി പ്രവർത്തകനോട് തെളിവ് ആവശ്യപ്പെട്ടു. ആദ്യം പറഞ്ഞ് ചോദ്യം ചോദിക്കാൻ അവസരം നിഷേധിച്ചു എന്ന്. ഇപ്പൊ പറയാ ചോദ്യം ചോദിക്കാൻ അവര് ചോദ്യം ചോദിച്ചപ്പോ തെളിവ് ആവശ്യപ്പെട്ടു എന്ന്. വേണ്ടേ? നിങ്ങൾക്ക് മാത്രം തെളിവ് ചോദിക്കാൻ അവകാശം, നിങ്ങൾക്ക് മാത്രം തെളിവ് ചോദിക്കാൻ അവകാശം. ചോദിക്കാൻ വേണ്ടി ഉടുത്തൊരുങ്ങി വന്ന് തിരിച്ചങ്ങോട്ട് ഒരു ചോദ്യം ചോദിക്കുമ്പോ മുട്ടുകാലി ഇറക്കുകയാണ് സുന്നി മുസ്ലിയാക്കന്മാരുടെയും അവരുടെ ശിങ്കടികളുടെയും ആളുകൾ. വെറുതെ അല്ല,
സഖാബിയുടെ അനിയന് മുട്ടുവറച്ച് മറുപടിയില്ല. ശേഷം വന്ന ആളുകൾ അൽ മുർഷിദ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ധരണി വായിക്കാൻ ശ്രമിച്ചു. കൊണ്ടുവരാൻ ഫൈസൽ മുസ്ലിയാർ ആവശ്യപ്പെട്ടു. അപ്പുറത്ത് പുൽപ്പറ്റ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ആള്, നിങ്ങൾ കൊണ്ടുവരീൻ, തൊട്ടടുത്തല്ലേ സ്ഥലം, 10 മണി വരെ സമയമുണ്ട്, കൊണ്ടുവാ. കഴിഞ്ഞില്ല, കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. ഉത്തരം മുട്ടിയവർ ചോദ്യം ചോദിക്കാൻ മുസ്ലിയാക്കന്മാർ പറഞ്ഞു വിട്ടു. തന്റെ കയ്യിലിരുന്ന ഫോൺ എടുത്ത് ഉസ്താദിനെ വിളിച്ചു നോക്കി, കഴിഞ്ഞില്ല. ഉസ്താദ് സഹായിച്ചില്ല. ഉസ്താദ് നേരത്തെ മുങ്ങി. കാരണം മുജാഹിദ് പണ്ഡിതന്മാരുടെ ചോദ്യത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ലല്ലോ. കേട്ടോ, തെളിവ് ആവശ്യപ്പെട്ടു. തെളിവുടൻ ഹാജരാക്കണമെന്ന് പറഞ്ഞെങ്കിലും മൗലവിമാർ അവസരം നിഷേധിക്കുകയായിരുന്നു. ആ വിഷയം ഇൻഷാ അല്ലാഹ് CD ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. ആ ചോദ്യകർത്താവ് പറയുന്നുണ്ട്, എന്റെ കയ്യിൽ അതില്ല. ഫൈസൽ മുസ്ലിയാർ പറയും, കൊണ്ടുവാ. അവസാനം പറഞ്ഞ്, ഞാനത് വായിച്ചിട്ടില്ല, പുസ്തകം ഞാൻ വായിച്ചിട്ടില്ല, ഒരു ഫോട്ടോ കോപ്പി എന്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ, അതെന്റെ വീട്ടിലായിരിക്കുന്നത്. കണ്ടോ, നമ്മൾ നിഷേധിച്ചു. കള്ളം മാത്രം. അല്ലെങ്കിൽ തന്നെ കല്ല് വെച്ച നുണ പറയുന്ന നേതാവിന്റെ പത്രമല്ലേ ഇത്? ഈ പത്രത്തിൽ അതല്ലേ ഉണ്ടാവുള്ളൂ? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. കഴിഞ്ഞില്ല. എനിക്കേട്ടോ, മുജാഹിദ് പ്രവർത്തകർ തന്നെ പരിപാടി അലങ്കോലമാക്കാൻ ശ്രമം നടത്തി. ഇതിനിടെ റോഡിൽ നിന്ന് കല്ലേറുണ്ടായി. പിന്നെ സംഘർഷമുണ്ടായതിനെ തുടർന്ന് പോലീസ് ഇടപെട്ട് 8:45 യോഗം തടഞ്ഞു. കല്ലെറിഞ്ഞത് ആരാ? ഈ ലലാമ് പത്രത്തിന്റെ ആളുകൾ, ഈ അന്ധകാര പത്രത്തിന്റെ ആളുകൾ കല്ല് കൊണ്ടുവന്ന് കൂട്ടിയിട്ട് മുജാഹിദികളുടെ ദേഹത്തേക്ക് കല്ല് വലിച്ചെറിഞ്ഞു. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ പാരമ്പര്യം അവകാശപ്പെടുന്ന ആളുകൾ, സംഘടനത്തിന്റെയും കുഴപ്പത്തിന്റെയും ആളുകൾ, ഏതൊക്കെ മഹലിൽ കുഴപ്പമുണ്ടാക്കാമോ ആ മഹലിലൊക്കെ കുഴപ്പമുണ്ടാക്കുന്ന ആളുകൾ, എന്നിട്ട് പകരക്കാരൻ അഹ്സനുണ്ട് ഇതറിയുന്നു. മൂപ്പര് പറയാം, ഞങ്ങളെ പാരമ്പര്യം തന്നെ അതല്ല, പാവം മിസ്കീൻ എന്ന് മാത്രമേ എനിക്ക് അയാളെ കുറിച്ച് പറയാനുള്ളൂ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനിത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ള കാരണം ഇന്നലെ നടന്ന പരിപാടിയാണ് ഇവർ തകർത്തത്. ആ പ്രസംഗത്തിൽ പറഞ്ഞ വാചകം ഒന്നുകൂടി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അദ്ദേഹത്തിന്റെ വാചകം, ഇവിടെ ഒരു സ്വൈര ജീവിതമുണ്ട്, ഇവിടെ ഒരു ഭരണകൂടമുണ്ട്, ഒന്നും ചെയ്യാൻ പാടില്ല. ഈ ഭരണത്തിന്റെ കീഴിൽ ഭരണം എന്ന് പറയുന്നു ആ രൂപത്തിൽ നമുക്ക് നേടാനുള്ളതൊക്കെ ഇവിടുത്തെ നിയമത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ചോദിച്ചു വാങ്ങുകയല്ലാതെ ഇവിടെ ഒരു സംഘടനത്തിന് നേതൃത്വം കൊടുക്കാൻ പാടില്ല. ഇവിടെ ഒരു സ്വൈര ജീവിതമുള്ള ഈ അവസ്ഥക്ക് ഒരിക്കലും തന്നെ തുരങ്കം വെക്കാൻ പാടില്ല. അങ്ങനെ ഇവിടെ മുസ്ലിം പാരമ്പര്യം ഇല്ല. മിസ്കീൻ കണ്ടോ, പാവം. അതുണ്ടോ ഇതൊക്കെ അറിയണം? അടികൊള്ളി കൊടുക്കുന്നതും കല്ലെറിയുന്നതും ചീത്ത വിളിക്കുന്നതും കൂക്കു വിളിക്കുന്നതും ഒക്കെ ഞങ്ങളുടെ ആളുകളാണെന്നുണ്ട് മൂപ്പരറിയണ്, പാവം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ആമുഖമായി ഇത് സൂചിപ്പിക്കാൻ കാരണം, മുജാഹിദുകളുടെ പ്രവർത്തനം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കുമ്പോൾ അതിനെ നിങ്ങൾ എങ്ങനെ പ്രതികരിച്ചാലും ഒരു കുഴപ്പവും ഞങ്ങൾക്കില്ല. കാരണം അള്ളാഹുവിന്റെ ദീനാണ് ഞങ്ങൾ പറയുന്നത്. ആ ദീൻ പറയുമ്പോൾ ഇങ്ങനൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും. ആ പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ സഹിക്കുകയാണ്. എന്തിനെന്നറിയുമോ? നാളെ റബ്ബിന്റെ അടുത്തെത്തുമ്പോൾ ഈ ആദർശത്തിന് വേണ്ടി എന്ത് സഹിച്ചു എന്ന് റബ്ബ് ഞങ്ങളോട് ചോദിക്കുമ്പോൾ, നിങ്ങളെറിഞ്ഞ കല്ലുകൾ ഞങ്ങളുടെ ഉപ്പയുടെ പ്രായമുള്ള ആളുകൾ തലയിലേറ്റുകയും തലയിൽ കൊണ്ട് രക്തം വാർന്നൊഴുകുകയും ചെയ്ത് പ്രയാസം സഹിച്ചു എന്ന് ആ പാവപ്പെട്ട പ്രവർത്തകർക്ക് പറയാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയ ചാരിതാർത്ഥ്യം വേറെയില്ല എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഞാനത് സൂചിപ്പിച്ചത്. ഇവിടെ അത് വെക്കാൻ കാരണം, ഇവിടുത്തെ നാട്ടുകാരനായ ഇദ്ദേഹം ഇതുപോലെ പ്രസംഗിച്ച് പലയിടത്തും തെറ്റിദ്ധരിപ്പിക്കുമല്ലോ. ആ തെറ്റിദ്ധരിപ്പിക്കൽ വേണ്ട, നിങ്ങളുടെ തനിനിറം എന്താണ് എന്നാണ് ഞാൻ കാണിച്ചു കൊടുത്തത്. അതിനാണ് ഞാൻ എന്റെ പ്രസംഗ വിഷയം തുടങ്ങുന്നതിന് മുമ്പ് ഇത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. വിഷയത്തിലേക്ക് വരികയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അള്ളാഹുവിന്റെ ദീനായ ഇസ്ലാം, പരിശുദ്ധ ഇസ്ലാം, അത് സമ്പൂർണമായ മതമാണ്. ആ മതത്തിൽ ഇല്ലാത്തത് ആര് കടത്തിക്കൂട്ടിയാലും കൈയോടെ പിടികൂടുക എന്നത് നാളിന്ന് വരെയുള്ള പരിശുദ്ധ ഇസ്ലാമിന്റെ പണ്ഡിതന്മാരുടെ, പരിശുദ്ധ ഇസ്ലാമിൽ ആ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനം നടത്തുന്ന പണ്ഡിതന്മാർ വളരെ കൃത്യമായി ചെയ്തുകൊണ്ടിരുന്നു. കാരണം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ റസൂൽ നമ്മളെ ഉപേക്ഷിച്ചിട്ട് പോകുമ്പോൾ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാകുന്ന ഒരു മതത്തിന്റെ ആദർശവുമായിരുന്നു ഉണ്ടായിരുന്നത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തറക്തുകും അലാ മഹജ്ജത്തിൽ ബൈദാ, തറക്തുകും അലാൽ മഹജ്ജത്തിൽ ബൈദാ, ഞാൻ നിങ്ങളെ ഉപേക്ഷിച്ചു പോകുന്നത് വളരെ തെളിഞ്ഞ ഒരു മാർഗത്തിലാണ്, അന്ധകാര നിബിഡമായ സ്ഥലത്തല്ല.
തിരിച്ചറിയാൻ പറ്റാത്ത മതനിയമങ്ങളിലുമല്ല. ഏതൊരാൾക്കും സുതരാം വ്യക്തമാകുന്ന, ഏതൊരാൾക്കും പെട്ടെന്ന് മനസ്സിലാകുന്ന മതതത്വങ്ങളിലൂടെയാണ് ഞാൻ നിങ്ങളെ വിട്ടേച്ചു പോകുന്നത്. ലൈലുഹാ കനഹാരിഹാ, അതിൻ്റെ രാത്രികൾ അതിൻ്റെ പകൽ പോലെ വ്യക്തമാണ്. ലാ യസീഗു അൻഹാ ഇല്ലാ ഹാലികുൻ. ആ സുന്ദരമായ തെളിഞ്ഞ ആദർശത്തിൽ നിന്ന് വിട്ടുപോകുന്നവർ നശിച്ചവരല്ലാതെ ഇല്ല. ഈ സുന്ദരമായ ആദർശത്തിൽ നിന്ന് വിട്ടുപോകുന്ന ആളുകൾ നശിച്ചവരല്ലാതെ അല്ല. പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യ സമുദായത്തിന് വളരെ ശക്തമായ നിർദ്ദേശം കൊടുത്താണ് പ്രവാചകൻ കടന്നു വന്നത്. അള്ളാഹുവിന്റെ റസൂല് ആദ്യമായി ശബ്ദിച്ചത് സമൂഹത്തിൽ നിലനിൽക്കുന്ന സാമൂഹികമായ ജീർണകൾക്കെതിരെയല്ല. റസൂലുള്ളാഹി ശബ്ദിച്ചത് സമൂഹത്തിൽ നിലനിൽക്കുന്ന ഏറ്റവും വലിയ തിന്മയായ ശിർക്കിനെതിരെയായിരുന്നു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സമുദായത്തിന് ശിർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. ഓ ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. ശിർക്ക് നിങ്ങൾ ഭയാനകമായി സൂക്ഷിക്കണം കേട്ടോ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പിൽക്കാലത്ത് വരാൻ പോകുന്ന സമുദായത്തിലെ ആളുകളോട് വ്യക്തമായി റസൂലുള്ള നിർദ്ദേശം കൊടുത്തു. ശിർക്ക് നിങ്ങൾ ഭയപ്പെടണം കേട്ടോ, ശിർക്ക് നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ. അള്ളാഹുവിന്റെ റസൂലിനോട് അള്ളാഹു വ്യക്തമായി പറഞ്ഞു, ലൈൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. നബിയെ, അങ്ങ് തന്നെയാണ് ബഹുദൈവ വിശ്വാസത്തിലേക്ക് പോകുന്നത്, ശിർക്ക് ചെയ്യുന്നതെങ്കിൽ ലയഹ്ബതന്ന അമലുക, അങ്ങയുടെ പ്രവർത്തനങ്ങൾ മുഴുവനും നിഷ്ഫലമായി പോകും നബിയെ. വലതകൂനന്ന മിനൽ ഖാസിരീൻ, അങ്ങ് നഷ്ടകാരികളിൽ പെട്ടുപോകും പ്രവാചകരെ. അല്ലാഹുവിന്റെ റസൂലിനോട് അള്ളാഹു കൊടുക്കുന്ന നിർദ്ദേശമാണ്, സൂക്ഷിക്കണം, നിങ്ങൾ ശിർക്കിൽപ്പെടുന്നത് സൂക്ഷിക്കണം. റസൂലുള്ളാഹി സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തു, ശിർക്കിന്റെ എല്ലാ മേഖലകളും സൂക്ഷിക്കണേ. അത് നിങ്ങളിലേക്ക് കടന്നു വരുന്നത് എങ്ങനെയെന്ന് നിങ്ങൾ അറിയില്ല. എത്രത്തോളം എന്നറിയുമോ? ശിർക്ക് മനുഷ്യരിലേക്ക് കടന്നു വരുന്നത് അഖ്ഫാ മിൻ ദബീബിൻ നംൽ, ഉറുമ്പ് അരിക്കുന്നതിനേക്കാൾ ഗോപ്യമായിട്ടാണ്, ഉറുമ്പ് അരിക്കുന്നതിനേക്കാൾ ഗോപ്യമായിട്ടാണ് ശിർക്ക് നിങ്ങളിലേക്ക് കടന്നു വരുന്നത് എന്ന് മഹാനായ പ്രവാചകൻ സ്വഹാബത്തിന് കൊടുത്ത നിർദ്ദേശം സ്വഹാബത്ത് നമുക്ക് എത്തിച്ചു തരികയാണ്, സ്വഹാബത്ത് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അത്ര ശ്രദ്ധയോടെ ഗൗരവത്തോടെ കാണണമെന്ന് റസൂലുള്ള പറഞ്ഞ വിഷയം അതാ. റസൂലുള്ളാന്റെ ഒരു ഹദീസിന്റെ ഒരു ചെറിയ ഭാഗം അടർത്തിയെടുത്തിട്ട് ശിർക്കൊന്നും പേടിക്കേണ്ടതില്ല, മുസ്ലിം സമുദായത്തിൽ ശിർക്ക് വരൂല എന്നതാ പറയുന്ന ഒരു ഭാഗം കേരളത്തിലെ നേരത്തെ ഞാൻ പറഞ്ഞ ആ വിഭാഗത്തിന്റെ തലമുതിർന്ന നേതാവ് പറയുന്നു. നിങ്ങളൊന്ന് കേട്ടുനോക്കൂ. എന്റെ സമുദായമാകുന്ന നിങ്ങൾ കാലാന്തരത്തിൽ ശിർക്ക് ചെയ്തു പോകുമെന്ന പേടി എനിക്കില്ല. നമ്മളെ മുജാഹിദിയൊക്കെ വലിയ പേടി അതാണല്ലോ, റസൂലുള്ളാഹിക്ക് പേടിയില്ല എന്നാ പറയുന്നത്. ഇന്നി ലാ അഖ്ശാ അലൈക്കും അൻ തുശ്രികൂ ബഅദീ. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ റസൂലുള്ളാഹി പറയുന്നു, എന്റെ സമുദായം വ്യാപകമായി ശിർക്ക് ചെയ്യുമെന്ന പേടി എനിക്കില്ല. എന്റെ സമുദായം വ്യാപകമായി അതാ ശിർക്കിലേക്ക് പോകുമെന്ന് ഞാൻ പേടിക്കുന്നില്ല. അവർ തൗഹീദിൽ തന്നെ ഉറച്ചു നിൽക്കും. പിന്നെ റസൂലുള്ളാഹിന്റെ പേരിൽ വ്യക്തമായ ഒരു നുണയാണ് കേട്ടോ. റസൂലുള്ളാഹിന്റെ വാചകം എന്താണ്? റസൂലുള്ളാഹി സ്വഹാബത്തിന് കൊടുത്ത നിർദ്ദേശമാണ് എന്ന്. ഇതുപോലെ ഒരു റബീഉൽ അവ്വലിൽ
ആ റബീഉൽ അവ്വലിന്റെ തുടക്കത്തിൽ റസൂലുള്ളാഹിക്ക് വല്ലാത്ത വേദന വരുന്നു. ഹിജ്റ 11-ാം വർഷം റബീഉൽ അവ്വലിൽ റസൂലുള്ളാഹി വഫാത്താകാൻ പോകുന്നതിന് 5 ദിവസം മുമ്പ് റസൂലുള്ളാഹിയുടെ സ്വഹാബത്ത് അവിടുത്തെ മജ്ലിസ് ആഗ്രഹിക്കുന്നു എന്ന് അൻസാറുകൾ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി പള്ളിയിൽ ഒരുമിച്ച് കൂടിയിരുന്ന് റസൂലുള്ളാഹിന്റെ മജ്ലിസ് ഒന്നുണ്ടായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് കരയുമ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു അബ്ബാസ് റളിയല്ലാഹു അൻഹുവും കൂടി റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. നബിയേ, ഇതാ അൻസാറുകൾ പള്ളിയിലിരുന്ന് കരയുന്നു ഹബീബേ, അതുകൊണ്ട് അങ്ങ് അവർക്കൊരു ഉപദേശം കൊടുക്കണം. റസൂലുള്ളാഹിക്ക് എഴുന്നേൽക്കാൻ പറ്റാത്ത ഘട്ടമാണ്, പക്ഷേ ശരീരത്തിലൂടെ നിറയെ വെള്ളമൊഴിച്ച് കുളിച്ച് റസൂലുള്ളാഹിക്ക് ക്ഷീണം മാറുന്നു. ആ ക്ഷീണം മാറുമ്പോൾ ഒരു തുണി എടുത്ത് തലയിൽ മുറുക്കി കെട്ടി വേദന സഹിച്ചുകൊണ്ട് സയ്യിദുനാ വ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ പള്ളിയിലേക്ക് നടന്നെടുത്തു. എന്നിട്ട് ആ മിമ്പറിന്റെ അടുത്തിരുന്നു റസൂലുള്ളാഹ്. എന്നിട്ട് സ്വഹാബത്തിന് കുറെ നിർദ്ദേശങ്ങൾ കൊടുത്തു. അതിൽപ്പെട്ട ഒരു വാചകമാണ്, ഓ സഹാബത്തെ, ഓ സഹാബത്തെ, ഞാൻ മരണപ്പെട്ടതിന് ശേഷം നിങ്ങൾ ശിർക്ക് ചെയ്യുമെന്ന പേടി എനിക്കില്ല, നിങ്ങൾ ശിർക്ക് ചെയ്യുമെന്ന ഭയം എനിക്കില്ല. മറിച്ച് നിങ്ങൾക്ക് സാമ്പത്തികമായി ഉയർച്ച ഉണ്ടാവുകയും അതിന്റെ പേരിൽ നിങ്ങൾ മത്സരിക്കുകയും ചെയ്യുമെന്നതാണ് ഞാൻ ഭയപ്പെടുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് കൊടുത്ത നിർദ്ദേശം. വ്യാപകമായി എന്റെ സമുദായം ശിർക്ക് ചെയ്യില്ല, ഈ ഉമ്മത്ത് വ്യാപകമായി ശിർക്കിൽ പോകില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മത്ത്, ഈ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത് ശിർക്കിൽ പോവുകയില്ല, ശിർക്ക് അവർക്ക് വരില്ല എന്ന് തട്ടിവിട്ട ഇദ്ദേഹത്തിന്റെ തൊലിക്കെട്ടി നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ. സ്വന്തം സമുദായം ശിർക്കിലേക്ക് പോകുമെന്നും ശിർക്ക് ചെയ്യുമെന്നും വിഗ്രഹത്തെ ആരാധിക്കുമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ലാ തഖൂമുസ് സാഅ ഹത്താ തൽഹഖ ഖബായിലു മിൻ ഉമ്മതി ബിൽ മുശ്രികീന വഹത്താ തഅബുദൽ ഔസാൻ. എന്റെ ഉമ്മത്തിലെ കബീലകൾ ആ കബീലകൾ ശിർക്കുകളിലേക്ക് ചെന്നു ചേരുന്നത് വരെ, വിഗ്രഹാരാധന നടത്തുന്നത് വരെ ഖിയാമത്തുണ്ടാവുകയില്ല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭയപ്പെടണമെന്ന് റസൂലുള്ളാഹ് പഠിപ്പിച്ചു. സഹാബത്തിനോട് പറഞ്ഞു, നിങ്ങൾ ശിർക്ക് ചെയ്യുമെന്ന ഭയം എനിക്കില്ല, നിങ്ങൾ ചെയ്യുമെന്ന ഭയം എനിക്കില്ല. ഇനി ഉമ്മത്തിൽ ശിർക്ക് വരൂല എന്ന് മുജാഹിദുകൾക്ക് പേടിയുന്ന ഒരു കാര്യം മുപ്പര് സമ്മതിച്ചിട്ടോ, മുജാഹിദുകൾക്ക് ശിർക്ക് വരുമെന്ന ഭയമുണ്ട്. അതെ, അള്ളാഹുവിന്റെ റസൂൽ എന്തൊക്കെ ഭയപ്പെടണമെന്ന് പറഞ്ഞുവോ അതൊക്കെ ഭയപ്പെടുന്നത് ഞങ്ങളാണ് എന്ന് നിങ്ങൾ ഞങ്ങൾക്കൊരു സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ട്. അത് അള്ളാഹു നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നതാ, നിങ്ങളെ കൊണ്ട് ആ സത്യം അള്ളാഹു പറയിപ്പിക്കുന്നതാ. നിങ്ങൾക്ക് ശിർക്കിന് ഒരു പേടിയില്ലല്ലോ, നിങ്ങൾക്ക് ശിർക്ക് പേടിയില്ല. എന്നാ നിങ്ങൾ അറിയണം, നിങ്ങളുടെയൊക്കെ ഉസ്താദുമാര് മതത്തിലുള്ള ചില തത്വങ്ങളൊക്കെ അറിയാതെയെങ്കിലും പുറത്തു വരും. പെട്ടെന്ന് ചില സന്ദർഭങ്ങളിൽ, എപ്പോഴും വരില്ല, വ്യാപകമായി വന്ന ഈ സമുദായങ്ങൾ രക്ഷപ്പെട്ടു പോയാലോ. അതുകൊണ്ട് ഈ ഇടയ്ക്കും മൂലക്കൊക്കെ സത്യം പുറത്തു വരും. കണ്ടോ, വലിയ ഷെയ്ഖുന, വലിയ ബഡായിയുടെ തേരച്ചോട്ട, അയാൾ പറഞ്ഞു കേട്ടു നോക്കുങ്ങൾ. മാത്രം റിപ്പോർട്ട് ഹദീസിൽ കാണാം, തൂണിന്റെ നേരെ നിസ്കരിക്കൽ കറാഹത്ത. എന്താ കാര്യം? ഇത്തിരി വലത്തോട്ടോ എടുത്തോട്ടോ മാറിയേക്കണമെന്നാ പറയുന്ന അർത്ഥം. എന്താണ് ഈ തൂണിന്റെ നേരെ എന്നുള്ള കുഴപ്പം? തൂണിന്റെ നേരെ നിൽക്കുമ്പോ അതൊരു ബിംബാരാധനയോട് സാദൃശ്യമുണ്ട്. മറ്റുള്ള ആളുകൾ ബിംബത്തിന് നേരെ മുമ്പിൽ വെച്ചിട്ട് ഇങ്ങനെ പൂജ നടത്തും, നേരെ മുമ്പിൽ ബിംബത്തിന് വെച്ചിട്ട് പൂജ നടത്തും. അതിനോടൊരു സാദൃശ്യം തോന്നിപ്പോകുന്നുണ്ട് തൂണിന്റെ നേരെ നിസ്കരിക്കുമ്പോ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ തൂണിന്റെ നേരെ നിക്കാലം വരെ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ മനസ്സിൽ ഇതൊരു പൂജ എന്ന് തോന്നിയിട്ടുണ്ടോ? ഒരു ബിംബാരാധനയുള്ള സാദൃശ്യം നിങ്ങളെ മനസ്സിൽ എവിടെങ്കിലും കയറി വന്നിട്ടുണ്ടോ? ഇല്ല. പക്ഷേ ആയത്തിൽ അല്ലാഹുവിന്റെ റസൂൽ ചിന്തിച്ചു,
ആ തൂണിന്റെ നേരെ നിൽക്കുമ്പോ ആ തൂണിന്റെ ഒരു ബിംബാരാധയുടെ ചെറിയൊരു ഒരു ചെറിയ അംശം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പറ്റില്ല, നിങ്ങൾ മാറിയുന്നേക്കാണ് തിരുവലത്തോട്ടോ ഇടത്തോട്ടോ ശിർക്ക് വരാതിരിക്കാൻ, മനുഷ്യൻ ഇസ്ലാം എന്ന് പുറത്തു പോകാതിരിക്കാൻ അല്ലാഹു റസൂൽ ശ്രദ്ധിച്ച വിഷയത്തിന്റെ കടുപ്പം പരിശോധിച്ച് നോക്ക്. നിങ്ങൾ കണ്ടോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന്റെ പഠിപ്പിച്ചതിന്റെ കടുപ്പം കണ്ടോ? ഞങ്ങൾക്കല്ലാതെ പഠിപ്പിച്ചു തരണം. നേരെ പോയിക്കോണം പേരോടിനടുത്ത്, എന്നിട്ട് പോയി പറഞ്ഞു കൊടുക്ക, ചങ്ങായി ഇജാ പറഞ്ഞ തെറ്റാട്ടോ, അള്ളാഹുവിന്റെ റസൂലിനെ പഠിപ്പിച്ച കടുപ്പം കണ്ടിച്ച് അതങ്ങ് പഠിപ്പിച്ചു കൊടുത്തേക്കണം. കണ്ടോ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത കടുപ്പമാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു തൂണിന്റെ പിന്നിൽ നിൽക്കുമ്പോൾ പോലും മനുഷ്യന്റെ മനസ്സിൽ, ആരുടെ മനസ്സിൽ? ഈ വ്യാപകമായി ഉമ്മത്ത് ശിർക്ക് പോകൂല എന്ന് പറഞ്ഞ ഈ ഉമ്മത്തിലെ വ്യക്തികളുടെ മനസ്സിൽ ശിർക്കിന്റെ ചുവ കടന്നു വരാം. അതുകൊണ്ട് പേടിക്കണം എന്ന് AP മുഹമ്മദ് മുസ്ലിയാർ, പേടിക്കണ്ടെന്ന് കാന്തപുരത്തിന്റെ ശിഷ്യനായ പ്രധാനപ്പെട്ട ശിഷ്യൻ പേരോട്, രണ്ടാളും തമ്മിൽ ഇഖ്തിലാഫ്. മുജാഹിദുകൾക്ക് ഒരു വിഷയത്തിന് ഒരു ഏകീകരണം ഇല്ല, ഓർക്ക് തോന്നിയ പോലെയാണെന്നാ. അല്ലാത്ത ഏകീകരണം ഇപ്പൊ നിങ്ങൾ കണ്ടത് ഉണ്ടോ? ആർക്ക്? വല്യ ശൈഖുനാ പേരോടിനും അതുപോലെ തന്നെ ചോട്ടാ AP എന്നറിയപ്പെടുന്ന മുഹമ്മദ് മുസ്ലിയാർ കാന്തപുരത്തിനും രണ്ടാൾക്കും ഇഖ്തിലാഫ്. ഒരാൾ പറഞ്ഞു ശിർക്ക് പേടിക്കണ്ട, മറ്റേ പറഞ്ഞു ശിർക്ക് പേടിക്കണം. അതിന്റെ കടുപ്പം കണ്ടോ? ഇപ്പോൾ ആരാ ശരി, ഉസ്താദോ ശിഷ്യനോ? ഞാൻ പറയുന്നു അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ് മുജാഹിദുകൾ കാലങ്ങളായി ഈ സമുദായത്തിന് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരുന്നത്. ആ സത്യം അറിയാതെയെങ്കിലും ഇവരുടെ ഉസ്താദുമാരുടെ നാവിൽ നിന്ന് ഇടക്കിടക്ക് പുറത്തു വരും. അത് അള്ളാഹു കാണിച്ചു തരുന്നതാണ്. സത്യം അതാണെന്ന് ബോധ്യപ്പെടുത്താൻ പടച്ചതമ്പുരാൻ ചെയ്യുന്ന കാര്യമാണത് എന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോണം. നോക്കൂ, നിങ്ങൾ ഇവരൊക്കെ അങ്ങനെ പറഞ്ഞു തുടങ്ങിയല്ലോ. ഒരാൾ പറഞ്ഞു ശിർക്ക് പേടിക്കണ്ട, വേറൊരാൾ പറഞ്ഞു പേടിക്കണം. അപ്പോ ഇവർക്ക് തന്നെ ഒരു ഇഖ്തിലാഫ്, എന്താണ് ശരിയെന്നറിയില്ല. അപ്പൊ ഓരോ സഖാഫിമാർക്കും ഓരോ വീക്ഷണാണ്. അപ്പോഴതാ ഇവർ ഒരു നിയമം കൊണ്ടുവരാണ്. എന്താ നിയമം? ആരെയും വിളിച്ചു പ്രാർത്ഥിക്കാം, ആരോടും ചേടാം. കാരണം ശിർക്ക് പേടിക്കണ്ടല്ലോ, ശിർക്ക് സമുദായത്തിൽ വരില്ല. അപ്പൊ പിന്നെ ആരെയും വിളിച്ചു പ്രാർത്ഥിക്കാം എന്ന് സഹായം തേടാമെന്നും പറഞ്ഞു. അതുകൊണ്ട് ഒറ്റ കാര്യം ചെയ്താൽ മതി, ആ ആളുകൾ മഹത്തുക്കളാണെന്ന് മനസ്സിലങ്ങ് കരുതിയാൽ മതി. അങ്ങനെ വന്നാൽ ആരെയും വിളിച്ചു പ്രാർത്ഥിക്കാം. ഏതുവരെ സഖാഫി പറഞ്ഞ ആളുവരെ. ഒന്ന് കേട്ടു നോക്ക്. ലാത്ത ഒലിയുല്ലാഹി എന്ന കൗല് പ്രകാരം, ലാത്ത അല്ലാഹുവിന്റെ ഒലി എന്ന മഹാത്മാവെന്ന കൗല് പ്രകാരം ആ ചരിത്രം ബോധ്യപ്പെട്ടുകൊണ്ട് യഥാർത്ഥ ഒലി എന്ന് കണ്ടെത്തി ഞാൻ അദ്ദേഹത്തോട് സഹായം ചോദിച്ചാൽ അത് തൗഹീദിന്റെ പരിധിയിൽ പെടുന്ന സഹായമാണ്. ആ സഹായം കൊണ്ട് വിളിച്ചാൽ ഒരിക്കലും തൗഹീദിന് പുറത്തു പോകുന്ന പ്രശ്നം ഇല്ല. നോക്കൂ, നിങ്ങൾ ലാത്തയെ മഹാനെന്ന് കരുതി വിളിച്ചോളൂ. സമുദായത്തിന് കൊടുക്കുന്ന പ്രഖ്യാപനമാണ്. ഇവരൊക്കെ എന്താ ചെയ്യേണ്ടത്? ഈ ആളുകളൊക്കെ എന്ത് ചെയ്യണം? ഈ സമുദായം എന്തിനു വേണ്ടിയിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും യാതന സഹിച്ചത്? ലാത്തയെ വിളിക്കാത്തതിന്റെ പേരിൽ, ലാത്തയെ എതിർത്തതിന്റെ പേരിൽ. മക്കം ഫത്ഹിന്റെ അന്ന് പ്രവാചകനും സഹാബികളും കൂടി കഅബാലയത്തിന്റെ ഉള്ളിലുണ്ടായിരുന്ന ലാത്ത എന്ന് പറയപ്പെടുന്ന ഇവരുടെ നേതാവിനെ, ലാത്ത എന്ന് പറയപ്പെടുന്ന ഇവരുടെ നേതാവെന്ന് ഇപ്പോൾ ഇവർ അംഗീകരിച്ച ആ ലാത്തയുടെ വിഗ്രഹത്തെ എടുത്ത് തച്ച് തകർത്ത് തരിപ്പണമാക്കി റസൂലുള്ള പറഞ്ഞ വാചകമുണ്ട്, ജാഅൽ ഹഖ് വസഹഖൽ ബാതിലു ഇന്നൽ ബാതില കാന സഹൂഖാ. സത്യം പുലർന്നു, അസത്യം നശിച്ചു, അത് നശിക്കേണ്ടത് തന്നെയാണ് എന്ന് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു. ആ ലാത്തയാണ് ആധുനിക കാലഘട്ടത്തിലെ ഇസ്ലാമിന്റെ മൊത്തം കുത്തക ഏറ്റെടുത്തിട്ടുള്ള സഖാഫിമാര് പറയുന്നു, ലാത്ത മഹാനാണെന്ന് കരുതി വിളിച്ചാൽ അത് കുഴപ്പമില്ല, തൗഹീദാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇസ്ലാമിക ചരിത്രത്തിലെ തങ്കലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട ബീവി സുമയ്യ റളിയല്ലാഹു അൻഹയുടെ ചരിത്ര സംഭവം. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്തായിരുന്നു അവർ അനുഭവിക്കേണ്ടി വന്ന പീഡനം? ഈ മുശ്രിക്കുകളുടെ ആളുകളിൽ നിന്ന്
ഉതുബത്തിന്റെയും ശൈബത്തിന്റെയും ഒക്കെ ആളുകളുടെ കിങ്കരന്മാരിൽ നിന്ന് അവരനുഭവിച്ച പീഡനങ്ങൾ എത്രയായിരുന്നു. ഇസ്ലാമിന് വേണ്ടി ആദ്യമായി വീരമൃത്യു വരിച്ചത് സുമയ്യ ബീവി റളിയല്ലാഹു അൻഹയായിരുന്നു. മണലാരുണ്യത്തിൽ ആകാശത്ത് തീതുപ്പുന്ന സൂര്യൻ, ആ സൂര്യന്റെ ചൂടേറ്റ് തിളച്ചു മറിഞ്ഞു കിടക്കുന്ന ആ മണലാരുണ്യത്തിന്റെ പുറത്ത് വിവസ്ത്രയായി കിടത്തിയിരിക്കുന്നു സുമയ്യ ബീവിയെ. രണ്ട് കൈകളും കാലുകളും ഭിന്നമായി കെട്ടിയിരിക്കുന്നു. അവർ പറയുന്നു, വിളിക്കടി സുമയ്യ, ലാത്തയെന്ന് വിളിക്കൂ, ലാത്തയെന്ന് വിളിക്കൂ. അവർ പറഞ്ഞു, ഇല്ല, അല്ലാഹു അഹദ്, ഞാൻ അള്ളയെ മാത്രമേ വിളിക്കൂ, അവനാണ് ഏകനായവൻ, വിളിച്ചു പ്രാർത്ഥിക്കാൻ അവൻ മാത്രമേ ഉള്ളൂ, ഞാൻ അവരെ വിളിക്കുകയുള്ളൂ. വിളിക്കടി ലാത്ത. ഇല്ല, വിളിക്കില്ല. കൈകാലുകൾ ഛേദിക്കപ്പെടുന്നു, കൈകാലുകൾ ഛേദിക്കപ്പെടുന്നു. ഒരു മാംസപിണ്ഡം പോലെ, ഒരു മാംസത്തുണ്ട് പോലെ, രക്തം വാർന്നൊഴുകുന്ന ഒരു മാംസപിണ്ഡം പോലെ മണലാരുണ്യത്തിൽ കിടന്ന് പിടയ്ക്കുന്നു സയ്യിദത്തുനാ സുമയ്യ റളിയല്ലാഹു അൻഹയുടെ ശരീരം. അവസാനം കലി തീരാഞ്ഞ് ഉത്ബത്തിന്റെയും ശൈബത്തിന്റെയും ഒക്കെ കിങ്കരന്മാർ അവരുടെ കയ്യിലിരുന്ന കുന്തമെടുത്ത് സുമയ്യ ബീവിയുടെ ജനനേന്ദ്രിയത്തിലേക്ക് കുത്തിയിറക്കുന്നു. അത് ഭൂമിയിലേക്ക് ആണ്ടുപോകുന്നു. ആ കുന്തത്തിൽ കിടന്ന് പിടഞ്ഞ് 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 ലാത്തയെ വിളിക്കാത്തതിന്റെ പേരിൽ ഇസ്ലാമിന് വേണ്ടി ആദ്യമായി വീരമൃത്യു വരിച്ചു സയ്യിദത്തുനാ സുമയ്യ റളിയല്ലാഹു അൻഹ. എവിടെ സഖാഫി? നിങ്ങൾ പറഞ്ഞ ആശയപ്രകാരം അവർ മരിക്കേണ്ടവരാണോ? ആ ലാത്ത മഹാനെന്ന് കരുതിയിട്ടവർക്ക് അങ്ങ് വിളിച്ചൂടായിരുന്നു. തൗഹീദിന്റെ സത്തയല്ലേ? അല്ലാഹുവിന്റെ റസൂലിന്റെ വാചകം പുലരുന്നതാണ് നമ്മൾ കാണുന്നത്. ഈ ഉമ്മത്തിലേക്ക് ലാത്ത തിരിച്ചു വരുമെന്നും ലാത്ത ആരാധിക്കപ്പെടുന്ന ഒരു കാലഘട്ടം ഉണ്ടാകുമെന്നും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. അതേ റസൂലുള്ളാഹിയുടെ വാചകം, ഹത്താ തുഅബദുൽ ലാത്തു വൽ ഉസ്സ, ലാത്തയും ഉസ്സയും ആരാധിക്കപ്പെടുന്നത് വരെ ഖിയാമത്തുണ്ടാവുകയില്ല എന്ന പ്രവാചകന്റെ വാചകം സത്യസന്ധമായി ഈ കാമിൽ സഖാഫിയുടെ വാചകത്തോടെ പുലർന്നിരിക്കുന്നു എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് ഉണർത്താനുള്ളത്. ഇവിടെ പ്രസംഗിക്കുന്ന മുജാഹിദുകളെ ചീത്ത വിളിക്കുന്ന 200 കാര്യങ്ങൾ മസ്അലകളിൽ മുജാഹിദ് സുന്നത്തിയമായിട്ടൊന്ന് പുറത്തുപോയല്ലേ അഹ്സനി? ഞാൻ പറയാണ്, 200 അല്ല, 500 അല്ല, അഹ്ലു സുന്നത്തിന്റെ എല്ലാ ആദർശത്തിൽ നിന്നും നിങ്ങൾ ഔട്ടായി പോയവരാണ്. സംശയം വേണ്ട, നിങ്ങൾ ഔട്ടായി പോയവരാണ്. ഒന്നാമത്തെ ആശയമായ തൗഹീദിൽ നിന്ന് തന്നെ നിങ്ങൾ ഔട്ടായി പോയി. പിന്നെ ബാക്കി പറയാനുണ്ടോ? ഉണ്ടോ? ഈ പറയപ്പെടുന്ന 200ഓളം മസ്അലകളിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന് പറയുന്ന ബഹുമാനപ്പെട്ട അഹ്സനി സാഹിബിന്റെ അടുത്ത സുഹൃത്തുക്കളായിരിക്കാം ഈ സഖാഫിമാർ. മനസ്സിലായോ? ആ സഖാഫിയാ പറഞ്ഞത്, ലാത്തയെ മഹാനെന്ന് കരുതി വിളിച്ചോളൂ, കുഴപ്പമില്ല. കണ്ടോ? അപ്പൊ ശിർക്കിനെ പേടിക്കണ്ടെങ്കിൽ എന്ത് കാര്യവും അവർക്ക് ചെയ്യാവുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളൊന്ന് നോക്കൂ, എന്തൊരു തോന്നിയവാസമാണ് ഇവർക്ക്. ഇനി മാത്രമല്ല, ഇപ്പൊ ലാത്തയെ വിളിക്കാമെന്നായി. ഇനി നമ്മുടെ ബഹുമാനപ്പെട്ട അഹ്സനി സാഹിബ് എന്ന് പറയുന്നൊരു വാചകമുണ്ട്. എന്താ അറിയോ? ഇവിടുത്തെ ഏത് കുട്ടികൾക്കും അറിയാവുന്ന ഒരു ബാലപാഠം പോലും അറിയാത്ത ഒരാളാണ് അഹ്സനി എന്ന് ഞാൻ പറയേണ്ടി വന്നതിൽ ഖേദമുണ്ട്, ദുഃഖമുണ്ട്. അദ്ദേഹത്തിന്റെ വാചകം ഒന്ന് കേട്ടു നോക്കൂ നിങ്ങൾ. ഒരു മുഅ്മിനായ മനുഷ്യന് റസൂലുള്ളാഹി തങ്ങളുടെ പൊരുത്തമില്ലാതെ അവന്റെ ഒരു അമൽ സ്വീകരിക്കപ്പെടുകയില്ല. തൗബ ചെയ്യേണ്ടത് അല്ലാഹുവിനോട് മാത്രമല്ല. നാം ചെയ്യുന്ന തെറ്റുകൾ ഒരുപക്ഷേ മറ്റു ജനങ്ങൾ അറിഞ്ഞോളണമെന്നില്ല. റസൂലുള്ളാഹി അറിയാതെ ഒരു മുഅ്മിനായ മനുഷ്യന് തെറ്റ് ചെയ്യാൻ കഴിയില്ല. അല്ലാഹു അറിയാതെ തെറ്റ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തൗബ ചെയ്യേണ്ടത് അല്ലാഹുവിനോട് മാത്രമല്ല, റസൂലുള്ളാഹിനോടും കൂടെ തൗബ ചെയ്യണം. സഹീഹ് മുസ്ലിമിന്റെ ഹദീസാണെന്നാണ് എന്റെ ഓർമ്മ. കാണാം, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിനോട് പറഞ്ഞു, ഇന്നി അതൂബു ഇലല്ലാഹി വ ഇലാ റസൂലിഹി, ഞാൻ എന്റെ അബദ്ധത്തിൽ നിന്ന് അല്ലാഹുവിനോട് തൗബ ചെയ്യുന്നു, നബിയെ തങ്ങളോടും തൗബ ചെയ്യുന്നു. ഇതാണ് സ്വഹാബിമാരുടെ സ്വഭാവം. ഇത് അഹ്സനിമാരുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ മതി. സ്വഹാബത്തിന്റെ സ്വഭാവം അതായിരുന്നില്ല. നിങ്ങൾക്കറിയോ, അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയാതെ ഒരാൾക്ക് തെറ്റ് ചെയ്യാൻ കഴിയൂല. അല്ലാഹ് അറിയാതെയും കഴിയില്ല. അപ്പം അള്ളയും റസൂലും ഒരുപോലെയാണ്. അപ്പൊ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയാതെ ഒരു തെറ്റ് ചെയ്യാനും കഴിയില്ല. അതുകൊണ്ട് മൻ അദ്നബ ദംബ,
ആരെങ്കിലും ഒരു പാപം ചെയ്തു പോയാൽ അവൻ ഫൽതുബ് അവ്വലൻ, ആദ്യമായി അവൻ തൗബ ചെയ്യേണ്ടത് റസൂലുള്ളയോടാണ്. എന്നിട്ട് അള്ളയോട് തൗബ ചെയ്താൽ മതി എന്നല്ലേ അതിന്റെ അർത്ഥം? എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ ഒരൊറ്റ കാര്യം പറയുകയാണ്. റസൂലുള്ളയാണ് എല്ലാം കാണുമെങ്കിൽ, റസൂലുള്ള അറിയാതെ തെറ്റ് ചെയ്യാൻ കഴിയില്ല എങ്കിൽ, പ്രിയപ്പെട്ട ഹസനി, ഞാൻ ഒരു കാര്യം ചോദിക്കുകയാണ്. നാളെ ഹൗദുൽ കൗസറിന്റെ അടുത്തേക്ക് വരുമ്പോ, ഹൗദുൽ കൗസറിന്റെ അടുത്ത് വരുമ്പോ അള്ളാഹുവിന്റെ റസൂലിന് നിർദ്ദേശം കിട്ടുന്നു, നബിയേ ഒരു വിഭാഗം ആളുകൾക്ക് വെള്ളം കൊടുക്കല്ല ഹബീബേ. റസൂലുള്ള ചോദിക്കുകയാണ്, പടച്ചവനെ അവരെന്റെ അനുയായികളാണല്ലോ. അപ്പോഴല്ലാഹുവിന്റെ ഭാഗത്തുനിന്ന് മലക്ക് വിളിച്ചു പറയുകയാണ്, ഹൽ തദ്രീ മാ അഹ്ദസൂ ബഅദക, ഓ നബിയേ, അങ്ങയുടെ വഫാത്തിനു ശേഷം അങ്ങയുടെ മതത്തിൽ ഇവരെന്തൊക്കെയാണ് കൂട്ടിച്ചേർത്തത് എന്ന് നിങ്ങൾക്ക് അറിയുമോ നബിയേ? ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ലാ ഇൽമ ലക, നബിയേ നിങ്ങൾക്ക് അറിയില്ല നബിയേ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കാത്ത കാര്യങ്ങൾ അത് ബിദ്അത്തിന്റെ ഗണത്തിലല്ലേ പെടുക? അത് സമുദായത്തിലെ വല്ല കുറ്റമല്ലേ ഹസനി? ആ കുറ്റം അറിയാതെ പോയില്ലേ റസൂലുള്ള? അറിഞ്ഞിരുന്നെങ്കിൽ റസൂലുള്ളയോട് അത് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമുണ്ടായിരുന്നോ? നിങ്ങളുടെ വാദം പൊളിഞ്ഞില്ലേ? നിങ്ങൾ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് റസൂലുള്ളയോട് തൗബ ചെയ്യണമെന്ന് പറയുമ്പോൾ റസൂലുള്ള പാപം അറിയുന്നവനാണെന്നങ്ങ് പറഞ്ഞു പോയി. ഇനി രണ്ടാമത്തെ നുണ നിങ്ങൾ കേട്ടോളൂ. ആയിഷ ബീവിയുടെ പേരിലാണ് നുണ, ആയിഷ ബീവിയുടെ പേരിലാണ് നുണ. എല്ലാ കള്ളക്കഥകളും ഓർമ്മയുള്ള, എല്ലാ കള്ളപ്പാട്ടുകളും ഓർമ്മയുള്ള അഹ്സനിക്ക് മുസ്ലിം റിപ്പോർട്ട് ചെയ്താണോ എന്ന് ഉറപ്പില്ലാത്രേ. നല്ല കാര്യങ്ങൾ ഓർമ്മ വരില്ല, കാരണം പിശാച് കൂടെയായി പോയത് കൊണ്ടാണ് കേട്ടോ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപത്നിയായ ആയിഷ ബീവി എന്തിനാണ് ആ വാചകം പറഞ്ഞത് എന്നൊന്ന് നിങ്ങൾ വിശദീകരിച്ചാൽ നിങ്ങളുടെ കള്ളി പൊളിഞ്ഞു പോകും. അതെ, ഞാൻ കഴിഞ്ഞൊരു സമയത്ത് ഇവിടെ തൊട്ടടുത്ത് നമ്മുടെ മുജാഹിദ് പള്ളിയുടെ അടുത്ത് വെച്ച് ഞാൻ പ്രസംഗിച്ച സമയത്ത് ഇതേ ക്ലിപ്പിട്ടുകൊണ്ട് തന്നെ ഞാൻ ചോദിച്ചിരുന്നു, ബഹുമാനപ്പെട്ട ഹസനി സാഹിബേ, നിങ്ങൾക്ക് അതുക്കിയെങ്കിലും ഓതി പഠിച്ചൂടായിരുന്നോ എന്ന് ഞാൻ ചോദിച്ചിരുന്നു. അച്ചോദ്യം ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. അതിൽ കാണാം, ഉതുലുബ് മതാബൻ ബിന്നദാമതി മുഖ്ലിഅ വബിഅസ്മി തർകി ദംബി ഫീമാ ഇസ്തഖ്ബലാ വബറാഅതും മിൻ കുല്ലി ഹഖ്ഖിൽ ആദമി ഫലിഹാദിഹിൽ അർകാനി ഫർഅ വകമ്മിലാ. തൗബയുടെ നിബന്ധനയാണ് ഉതുലുബ് മതാബം ബിന്നദാമതി മുഖ്ലിഅ. നീ തൗബ ചെയ്യണം ഖേദത്തോടുകൂടി, നീ ചെയ്തു വന്ന തെറ്റിനെ പൂർണ്ണമായും പിഴുതെറിഞ്ഞുകൊണ്ട്. വബിഅസ്മി തർകി ദംബി ഫീമാ ഇസ്തഖ്ബല, വരാൻ പോകുന്ന ഭാവിയിൽ ഇനി ഞാൻ ആ തെറ്റ് ചെയ്യില്ലെന്ന ദൃഢനിശ്ചയത്തോടുകൂടിയായിരിക്കണം. അങ്ങനെ ചെറുത്തങ്ങ് പറഞ്ഞിട്ട് ശേഷം ഒരു വാചകം അദ്ദേഹം പഠിപ്പിക്കുന്നു, വബറാഅതും മിൻ കുല്ലി ഹഖ്ഖിൽ ആദമി ഫലിഹാദിഹിൽ അർകാനി ഫർഅ വകമ്മിലാ. മനുഷ്യർ തമ്മിലുള്ള വല്ല ബാധ്യതയുണ്ടെങ്കിൽ അതങ്ങ് ഒഴിവാക്കുകയും വേണം കേട്ടോ. അള്ളാഹുവിനോട് പശ്ചാത്തപിക്കുമ്പോൾ നിങ്ങൾ മനുഷ്യന്മാരോട് വല്ല ഇടപാടുകളും ചെയ്തിട്ടുണ്ടെങ്കിൽ, വല്ല മനുഷ്യരോട് നിങ്ങൾക്ക് പ്രശ്നമുണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ആദ്യം അവരോട് പൊരുത്തം ചോദിക്കണം കേട്ടോ. എന്നിട്ട് വേണം അള്ളാഹുവിനോട് പശ്ചാത്തപിക്കാൻ. ഈ വിഷയം പഠിപ്പിക്കുന്നിടത്താണ് അതെ ആയിഷ ബീവിയുടെ കയ്യിൽ നിന്നൊരബദ്ധം പറ്റിപ്പോയി റസൂലുള്ളയോട്. അപ്പോഴാണ് ആയിഷ ബീവി പറഞ്ഞത്, നബിയേ, ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുമ്പോൾ, അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കുമ്പോൾ തന്നെ ആയിഷ ബീവി റസൂലുള്ളയോട് ചെയ്തു പോയ ആ അബദ്ധത്തിന്റെ പേര് റസൂലുള്ളയോട് പാപമോചനത്തിന് തേടുകയല്ല,
മറിച്ച് തന്റെ കയ്യിൽ നിന്ന് വന്നുപോയ അബദ്ധം മാപ്പാക്കണേ നബിയേ എന്ന് പറയുന്ന വാചകത്തെ എടുത്തിട്ട് തൗബ ചെയ്യുന്നവരൊക്കെ അള്ളാനോട് റസൂലുള്ളാഹിനോട് തൗബ ചെയ്യണമെന്ന് കള്ളപ്പരിപാടി നടത്തിയ ആളുകളെ, റസൂലുള്ളാഹിന്റെ പേരിൽ കള്ളം പറഞ്ഞ ആളുകളെ, നിങ്ങൾക്ക് പരലോകത്തെ പേടിയില്ലേ? മൻ കദബ അലയ്യ മുതഅമ്മിദ ഫല്യതബവ്വ മഖഅദഹു മിനന്നാർ. ആരെങ്കിലും എന്റെ പേരിൽ മനഃപൂർവ്വം കളവ് പറഞ്ഞാൽ അവൻ നരകത്തിൽ ഒരു സീറ്റ് ബുക്ക് ചെയ്യട്ടെ എന്ന് അള്ളാന്റെ റസൂല് പറഞ്ഞത് നിങ്ങൾ ഓർക്കണം കേട്ടോ. റസൂലുള്ളാഹിന്റെ പേരിൽ ഒരു കാര്യം പറയുമ്പോ വളരെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ ഇദ്ദേഹം റസൂലുള്ളാഹിനോടും പാവം തേടണം, പാവമോചനത്തിൽ തേടണം, പശ്ചാത്താപത്തിന് തേടണം എന്നങ്ങ് തട്ടിവിടുന്നു. നോക്കൂ നിങ്ങൾ, അള്ളാന്റെ റസൂലിന്റെ പേരിൽ ശുദ്ധമായ കളവ്. ഇങ്ങനെ കളവുകളിലൂടെയും തട്ടിപ്പുകളിലൂടെയുമാണ് ഇവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുക. നിങ്ങൾ നോക്കൂ, വേറൊരു കാര്യം, പ്രധാനപ്പെട്ട വിഷയം ഇതാണ്. ഇവരുടെ സമസ്ത എന്ന് പറയപ്പെടുന്ന മതം, സമസ്ത മതം, ഈ മതത്തിന് ആദർശവും ആശയവും എന്താണ്? അവർ സ്വന്തം കൂടി തീരുമാനിക്കുന്നതാണ്. സ്വന്തം തീരുമാനിക്കുന്നതാണ് ആശയം, സ്വന്തം തീരുമാനിക്കുന്നതാണ് ആദർശം. സ്വന്തമായി കൂടിയാലോചിക്കുകയാണ് ഓരോന്നും. അതുകൊണ്ട് തന്നെ സമസ്ത വിഭാഗത്തിന്റെ ഏറ്റവും അടിസ്ഥാന വിഷയം മാല മൗലിദാണ്. മാലയും മൗലിദുകളുമാണ് അടിസ്ഥാന വിഷയം. എന്റെ വാക്ക് ഞാൻ വെറുതെ പറയണതല്ല. സമസ്തയുടെ വാർഷിക പതിപ്പ് ഇറക്കിയപ്പോൾ ആ വാർഷിക പതിപ്പിൽ എഴുതിയിരുന്നു, ഇവരുടെ സമസ്ത വിഭാഗത്തിന്റെ വളരെ കൃത്യമായ ഒരു പ്രമേയം. ആ പ്രമേയത്തിൽ ഖാലിയും ഖത്തീബും ഇമാമും ഒക്കെ ആകാൻ യോഗ്യനാകണമെങ്കിൽ മാലയും മൗലൂദും റാത്തീബും ഒക്കെ ചൊല്ലുകയും ചൊല്ലിപ്പിക്കുകയും അറിയുമൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ പറ്റൂ. സാധാരണക്കാർക്ക് നേതൃത്വം കൊടുക്കുന്ന പണ്ഡിതന്മാരെന്ന് പറയപ്പെടുന്ന ആളുകൾ മാലയും മൗലൂദും ഒക്കെ അറിയുന്നവരായിരിക്കണം, അല്ലാത്തവർക്ക് അതാകാൻ പറ്റൂല. ഇതാണ് അടിസ്ഥാനം. ഇത് ഞാൻ വെറുതെ പറഞ്ഞതല്ല, ആധികാരികമായി തന്നെ പറയട്ടെ. ഒരു പണ്ഡിതന്റെ വാചകത്തിൽ നിന്ന് കേൾക്കാം നിങ്ങൾക്ക്. മുഹ്യിദ്ദീൻ മാല, റിഫായി മാല, ഇതാണല്ലോ സുന്നത്ത് ജമാഅത്തിന്റെ പ്രത്യേകിച്ച് കേരളത്തിലുള്ള ആചാരങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം. ആചാരങ്ങളുടെ അടിസ്ഥാനം കേട്ടോ. പ്രത്യേകിച്ച് കേരളത്തിലുള്ള സുന്നത്ത് ജമാഅത്തല്ല, അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന് കൃത്യമായിട്ട് പറയണം. സുന്നത്ത് ജമാഅത്തിന്റെ സുന്നത്ത് ജമാഅത്തിന്റെ അടിത്തറ, ആചാരങ്ങളുടെ അടിത്തറ, ആചാരങ്ങളുടെ മാത്രമല്ല അനുഷ്ഠാനങ്ങളുടെയും വിശ്വാസത്തിന്റെയും അടിത്തറ അത് തന്നെയാണ് മാലയും മൗലൂദും, അല്ലെ? മാലയും മൗലൂദുകളും ഒക്കെയാണത്. ഈ സാധനം ഞാൻ വിശദീകരിക്കും ഇൻഷാ അല്ലാഹ്, എന്താണ് മാലയും മൗലൂദും എന്നുള്ളത്. എന്റെ വിഷയത്തിന്റെ കാതലായ വിഷയവും അത് തന്നെയാണ്. അപ്പോ മാലയും മൗലൂദുമാണ് സമസ്ത മതത്തിന്റെ അടിയാധാരം, മൂലാധാരം. അതാണ്. അതങ്ങ് നഷ്ടപ്പെട്ടു പോയാൽ ഇവർക്ക് പിന്നെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. പക്ഷേ മുജാഹിദുകൾ ഇവരുടെ അടിയാധാരം ഇളക്കി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഗ്രാമാന്തരങ്ങളിൽ മുജാഹിദ് പണ്ഡിതന്മാർ പ്രഭാഷണം നടത്തി മാലയും മൗലൂദുകളുമുള്ള തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ എടുത്തങ്ങ് വിശദീകരിച്ചു കൊടുത്തു. ജനങ്ങൾക്ക് വളരെ വ്യക്തമായി പഠിപ്പിച്ചു കൊടുത്തു. ആളുകൾ അത് കൈയൊഴിച്ചു. ഭൂരിപക്ഷം ആളുകളും കൈയൊഴിച്ചു എന്ന് ഞാൻ പറയുന്നത് ആധികാരികമായിട്ട് തന്നെയാണ്. കാരണം കേരളക്കരയിൽ ഇന്ന് എണ്ണി നോക്കിയാൽ വളരെ തീവ്രവാദികളായ ആളുകൾ ഒഴിച്ചാൽ ബാക്കി ആരും തന്നെ ഈ ശബീനയും കെട്ടിപ്പിടിച്ച് ഇപ്പൊ ഇരിക്കുന്നില്ല, ഇപ്പൊ ചെയ്യുന്നില്ല. ആളുകൾ അതൊക്കെ കൈയൊഴിച്ചു. ഇപ്പൊ റാത്തീബ് കാണാനേ ഇല്ല. നിങ്ങൾക്കൊരു പേര് ഞാൻ പറഞ്ഞുതരാം. ഈ ശബ്ദം ശ്രവിക്കുന്ന സുന്നി സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കാൻ, ജലാലിയ റാത്തീബ് എന്ന് പറഞ്ഞ റാത്തീബ് നിങ്ങൾക്ക് ചൊല്ലാൻ അറിയോ? ജലാലിയ റാത്തീബ് എന്ന് പറഞ്ഞ റാത്തീബ് ചൊല്ലാൻ അറിയോ? ഇല്ല. ഞാൻ ജലാലിയ റാത്തീബിന്റെ അമീറായിരുന്നു ആലുവയിൽ ഓതുന്ന സമയത്ത്. ആലുവ പ്രദേശത്തെ ജലാലിയ റാത്തീബിന്റെ അമീറായിരുന്നു ഞാൻ, മുഹ്യിദ്ദീൻ റാത്തീബിന്റെ അല്ല. മുഹ്യിദ്ദീൻ റാത്തീബ് പോലെ തന്നെ മുഹ്യിദ്ദീൻ ഷേഖിന്റെ പേരുള്ള വിപുലമായ മറ്റൊരു റാത്തീബാണ് ജലാലിയ റാത്തീബ്. മനസ്സിലായോ? അതൊക്കെ ആളുകൾ വിട്ട് ഇപ്പൊ ആലുവ ചെന്ന് നോക്കിയാൽ ഈ സാധനം കാണൂല. ഇങ്ങനെ പല റാത്തീബുകളും പല മൗലൂദുകളും ഇപ്പൊ മൗലൂദ് വിട്ട് അത് ഞാൻ ഇൻഷാ അല്ലാഹ് പറയുന്നുണ്ട്. പലതും വിടേണ്ടി വന്നിരിക്കുന്നുണ്ട് ഇവർക്ക്. പക്ഷേ മുജാഹിദുകളുടെ പടയോട്ടത്തിൽ
ഇതൊക്കെ തകർന്നു വീണു പോയപ്പോ ഇനി വീണ്ടും അതൊന്ന് പൊടിതട്ടിയെടുക്കയുടെ തലമുതിർന്ന നേതാവിന്റെ വാചകം. നമ്മളൊക്കെ സുന്നികൾ എന്ന് പറഞ്ഞാൽ പോരാ, നാം ഒക്കെ നമ്മുടെ വീട്ടിൽ കഴിവിന്റെ പരമാവധി കഴിവനുസരിച്ച് മൗലിദ് പരിപാടി നടത്തണം. നേരത്തെ അംസായി പറഞ്ഞ പോലെ അതൊക്കെ നാം ഹയാത്താക്കി കൊണ്ടുവരണം. പണ്ട് കാലത്തുണ്ടായിരുന്നൊക്കെ ഇങ്ങനെ മണ്ണിട്ട് പോയാൽ പറ്റില്ല, അത് കൊണ്ടുവരേണ്ടത് കാലഘട്ടത്തിന് ആവശ്യമാണ്. ബഹുമാനപ്പെട്ട AP ഉസ്താദ് കണ്ടില്ലേ നിങ്ങൾ, അവിടുത്തെ വീട്ടിൽ വെച്ച് നടത്തുന്ന വിപുലമായ മൗലിദ് നമുക്ക് മുളഫർ രാജാവിന്റെ കഥ ഓർമ്മ തോന്നിപ്പോവും. അത്രയും വലിയ മൗലിദ് പരിപാടി ഉസ്താദ് നടത്തുന്നു, അതുപോലെ ഉസ്താദുമാർ നടത്തുന്നു. അവരൊക്കെ അവരുടെ കഴിവ് പ്രകാരം നടത്താറുണ്ട്. നമ്മളെ പല കഴിവുകാരും ഈ കാര്യത്തിൽ മോശമായി പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ സങ്കടം തോന്നും. വലിയ കച്ചവടക്കാരാണ്. ഇത് കാലഘട്ടത്തിന്റെ ആവശ്യമല്ല എന്ന് ബോധ്യപ്പെട്ടല്ലോ. പണക്കാര് നടത്തണില്ല, അപ്പൊ ഉറപ്പായി കാലഘട്ടത്തിന്റെ ആവശ്യമല്ല, നമ്മുടെ പോക്കറ്റിന്റെ ആവശ്യമാണ്. അതൊക്കെ മണ്ണിട്ട് പോയാ പോരാ, തിരിച്ചു വരണം. എന്തൊരു പ്രയാസം നോക്ക്. പിന്നെ കാന്തപുരത്തെ അത് ഉപമിച്ചത് മുളഫർ രാജാവിനോടാണ്. വെരി ഗുഡ്, വളരെ കൃത്യമായ കോമ്പിനേഷൻ ആണത്. മൂപ്പരെ ചേർക്കാൻ പറ്റിയ ആൾ തന്നെയാണ് ആര്? മുളഫർ രാജാവ്. മുളഫർ രാജാവിന്റെ കഥ എന്താണെന്നറിയോ? മുളഫർ രാജാവിന്റെ കഥ, അദ്ദേഹം വലിയ ധർമ്മിഷ്ഠനാണ്. ആര്? മുളഫർ രാജാവ്. അദ്ദേഹം മൗലിദിന്റെ സദസ്സിൽ വലിയ ആഘോഷങ്ങൾ കൊണ്ടാടുന്ന കൂട്ടത്തിൽ മുളഫർ രാജാവ് വലിയ കാര്യങ്ങൾ ചെയ്യും. ആരാ മുളഫർ രാജാവ്? ആ രാജാവ് വല്ലാത്ത ഒരു ധീരനായ രാജാവാണ്. മൗലിദ് കഴിക്കുമ്പോൾ വലിയ കാര്യങ്ങൾ ചെയ്യും. എങ്ങനൊക്കെ? മൗലിദ് കഴിക്കുന്നന്ന് ആടയ്യായിരം പൊരിക്കുന്നതാണേ കോഴിയും 10,000, അതുപോലെ 1,30,000 പാത്രങ്ങളിൽ അലുവയുമുണ്ടോരോ തരം. അതേ മലിക് മുളഫർ അങ്ങനെയായിരുന്നു. അയാള് മൗലിദാഘോഷം നടത്തുന്ന സമയത്ത് ആടിനെയും കോഴിയും ഒക്കെ പൊരിച്ച് മൃഷ്ടാന്ന ഭോജനം നടത്തി അവസാനം ഒരു സ്വീറ്റ് കഴിച്ച് ഏമ്പക്കം വിടുന്ന സ്വഭാവമായിരുന്നു മുളഫറിനുണ്ടായിരുന്നത്. കാന്തപുരത്തിനും അത് തന്നെ എന്ന് നിങ്ങൾ പരസ്യമായി പറഞ്ഞത് വല്ലാത്ത അപമാനമായി പോയി കേട്ടോ. സ്വഭാവം അതാണെന്ന് നിങ്ങൾ തന്നെ അങ്ങ് വിളിച്ചു പറഞ്ഞത് ശരിയായില്ല. അല്പമെങ്കിലും ഒന്ന് ചിന്തിക്കേണ്ടതായിരുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ട ഉസ്താദല്ലേ, റസൂലുള്ളാഹിന്റെ മുഹിബ്ബല്ലേ, ഇങ്ങനൊക്കെ നിങ്ങൾ പറയാൻ പാടുണ്ടോ? എന്റെ പ്രിയപ്പെട്ട സഹോദര, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി. ഇതൊക്കെ പൊടി തട്ടി കൊണ്ടുവരണം അത്രേ. അതെ, എന്തിനാ പൊടി തട്ടി കൊണ്ടുവരുന്നത്? എന്തിനാ കൊണ്ടുവരുന്നത്? ഈ സമുദായത്തെ കഴിഞ്ഞുപോയ ജാഹിലിയത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനോ? അതേ, ഈ സമുദായം കൈയൊഴിച്ച കള്ളക്കഥകളിലേക്കോ, സമുദായം കളഞ്ഞുപോയ ഈ കാര്യങ്ങളിലേക്കോ പറ്റൂല. മുജാഹിദ് പണ്ഡിതന്മാർ, മുജാഹിദിന്റെ ധീരനായ പ്രവർത്തകർ ഇവിടെ ഉള്ളിടത്തോളം കാലം ഇതൊന്നും തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങൾക്കാവുകയില്ല. നിങ്ങൾക്ക് സാധ്യമല്ല കൊണ്ടുവരാൻ. നിങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞാലും ആളുകൾ ഇനി അങ്ങോട്ട് അടുക്കില്ല, ആളുകൾ അടുക്കുകയേ ഇല്ല. നിങ്ങൾ നോക്കൂ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമുക്കൊന്ന് നോക്കാം. ഈ സാധനങ്ങൾ, ഈ മാലയും മൗലിയും തിരിച്ചു കൊണ്ടുവരണമെന്ന് പറഞ്ഞല്ലോ, ഈ സാധനം ദീനിൽ ശരിയാണോ തെറ്റാണോ? ഈ കാര്യം ഇത് ദീനിൽ വേണ്ടതാണോ വേണ്ടാത്തതാണോ? നമുക്കൊന്ന് പരിശോധിക്കണമല്ലോ. എങ്ങനെ നമ്മളൊന്ന് പരിശോധിക്കുക? എങ്ങനെ പരിശോധിക്കും? പരിശോധിക്കാൻ ഒരൊറ്റ ആശയമുണ്ട്. എന്താണ് ആശയം? ഒരു സഅദി പറയുന്നുണ്ട്, അതൊന്ന് കേൾക്കാം നമുക്ക്. അദ്ദേഹത്തിന്റെ എന്താണ് നമ്മൾ പരിശോധിക്കേണ്ടത് നോക്കാം. അതാ ഞാൻ പറഞ്ഞത്, ആയത്തോതുന്നുണ്ടോ ഹദീസ് ഓതുന്നുണ്ടോ പറയുന്നുണ്ടോ നോക്കണ്ട. അത് സ്വഹാബത്താകുന്ന ഉരക്കല്ലുകളിൽ ഉരച്ചു നോക്കിയിട്ട് വേണം ആദർശം സ്വീകരിക്കാൻ. അതാ ഞാൻ പറഞ്ഞത്, ആയത്തോതുന്നുണ്ടോ ഹദീസ് ഓതുന്നുണ്ടോ പറയുന്നുണ്ടോ നോക്കണ്ട. അത് സ്വഹാബത്താകുന്ന ഉരക്കല്ലുകളിൽ ഉരച്ചു നോക്കിയിട്ട് വേണം ആദർശം സ്വീകരിക്കാൻ. കണ്ടോ എങ്ങനെ ഉരച്ചു നോക്കണം? സഹാബത്താകുന്ന ഒരകല്ലിൽ ഉരച്ചു നോക്കണം. ആയത്തോതുന്നുണ്ട് ഹദീസ് ഓതുന്നുണ്ട് പറഞ്ഞിട്ട് വേണ്ട. സഹാബത്തിന്റെ ഉരകല്ലാകുന്ന സഹാബത്തിനെ കൊണ്ടൊന്ന് ഉരച്ചു നോക്കണം. സഹാബത്തിന്റെ നടപടിക്രമത്തിലുണ്ടോ? അംഗീകരിക്കാം. ഇല്ലേ? തള്ളാം. നമുക്കൊന്ന് പരിശോധിക്കണമല്ലോ. ഇവർ ചൊല്ലുന്ന ബൈത്തുകൾ, ഇവർ ചൊല്ലുന്ന മൗലിദുകൾ, ഇവർ ചൊല്ലുന്ന മാലകൾ,
അത് സ്വഹാബത്താകുന്ന ഉരകല്ല് കൊണ്ടൊന്ന് ഉരച്ചു നോക്കാം. അപ്പോൾ നമുക്കറിയാം ഇത് ഒറിജിനലാണോ വ്യാജനാണോ, ഇത് നല്ല നാണയമാണോ കള്ള നാണയമാണോ, നമുക്കൊന്ന് ഉരച്ചു നോക്കാം. ഒന്നാമത് ഞാൻ ഉരക്കാൻ പോകുന്ന സാധനം, ഒന്നാമതായി ഉരക്കാൻ പോകുന്ന സാധനം ഇന്ന് കേരളക്കരയിൽ മൊത്തത്തിൽ ആസ്വാദനമായി കൊണ്ടാടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ബുർദ എന്ന സാധനമാണ്. അത് ഞാനൊന്ന് ഉരക്കാൻ പോവുകയാണ്. അതേ ആ ബുർദയെ കുറിച്ച് ഒരു അഹ്സനി, നമ്മുടെ പ്രിയപ്പെട്ട അഹ്സനി, ഈ നാട്ടുകാരനായ അഹ്സനി സാഹിബ്, അദ്ദേഹം തന്നെ അതിനെ കുറിച്ചൊന്ന് പറയുന്നുണ്ട്. അതൊന്ന് കണ്ടിട്ട് നമുക്കത് ശരിയാണോ എന്നൊന്ന് ഉരച്ചു നോക്കാം. വരികൾ ചെല്ലാൻ ടൈമില്ല. അതിന്റെ ഓരോ വരികളും മുഅ്മിനെ എല്ലാ ദിവസവും യാക്രമ ചൊല്ലുന്ന സ്വാലിഹീങ്ങളുണ്ട്, ഔലിയാക്കളുണ്ട്. അബ്ബാസ് മാലിക്കിയൊക്കെ എന്നും യാക്രമ ചൊല്ലും. നമ്മൾക്ക് കാണാതറിയുന്ന കവിതയല്ലേ കിടക്കുന്ന ടൈമിൽ ഒരു ഫാത്തിഹ റസൂലുള്ളാഹി ഓതി യാക്രമൊന്ന് ചൊല്ലൂ, അതിന്റെ വരികളുടെ അർത്ഥമൊന്ന് പഠിക്കൂ. അതൊക്കെ മനുഷ്യന്റെ മനസ്സിനെന്ന് മാത്രമല്ല ഈമാനിന് ഉപകരിക്കുന്ന സാധനങ്ങളാണ്. അവിടുന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഉറങ്ങാൻ കഴിയാതെ ശരീരം മുഴുവനും അതിയായി വേദനിക്കുന്ന ഇമാം ബുസീരി തങ്ങളെ സംബന്ധിച്ച് ശൈഖ് സാദാ പറയുന്നു, ഫഅൽഖല്ലാഹു ഫി ഐനിഹിൽ യഖ്ലന്നൗ, ആ ഉണർന്നിരിക്കുന്ന കണ്ണിൽ അല്ലാഹു തആല ഉറക്കം ഇട്ടുകൊടുക്കുന്നു. ഫനാം, മഹാനവറുകൾ അങ്ങ് ഉറങ്ങുന്നു. ഉറങ്ങിയപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സ്വപ്നത്തിൽ വരുന്നു. നബി തങ്ങൾ ബുസീരിയെ കൊണ്ട് ഈ കവിത മുഴുവനും ചൊല്ലിക്കുന്നു. അവിടുത്തെ മഹത്തായ കൈ കൊണ്ട് ശരീരത്തെ തടകി കൊടുക്കുന്നു. എവിടെയാണ് ചരിത്രമുള്ളത് സഹോദരന്മാരെ? ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു, ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു, ഇബ്നു അല്ലാനി സിദ്ദീഖി റിപ്പോർട്ട് ചെയ്യുന്നു, ഇബ്നു ഹിശാമിൽ അൻസാരി റിപ്പോർട്ട് ചെയ്യുന്നു, ഇമാം ഇബ്രാഹിം ബാജൂരി റിപ്പോർട്ട് ചെയ്യുന്നു, അഹ്മദുൽ മഹല്ലി റിപ്പോർട്ട് ചെയ്യുന്നു, ശൈഖ് സാദാ റിപ്പോർട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ചരിത്രകാരന്മാരിൽ ഉന്നതന്മാരായ എത്രയോ മഹാന്മാർ ഈ ഇമാം അന്താക്കി റിപ്പോർട്ട് ചെയ്യുന്നു. മറ്റു പല പണ്ഡിതന്മാരും പറയുന്നു ഈ സംഭവം ഏകദേശം 10 ഇമാം ഖർബൂത്തി റിപ്പോർട്ട് ചെയ്യുന്നു. ഏകദേശം 10-30ഓളം മഹാന്മാർ റസൂലുള്ളാഹി തങ്ങളെ ഈ കണ്ട സംഭവവും കൈകൊണ്ട് തടകി കൊടുത്ത സംഭവവും റിപ്പോർട്ട് ചെയ്യുന്നു. ആരൊക്കെ റിപ്പോർട്ട് ചെയ്താലും അത് തള്ളപ്പെടുന്നതാണ്. കാരണം നമുക്കൊന്ന് ഉരച്ചു നോക്കാം. സ്വഹാബത്താകുന്ന ഒരകല്ല് കൊണ്ട് ഞങ്ങളൊന്ന് ഉരച്ചു നോക്കുകയാണ്. അഹ്സനി, നിങ്ങളുടെ വാചകം എന്താണ്? ആ വാചകം യാ അക്രമയുടെ വരികൾ ചൊല്ലിക്കൊണ്ട് ഉറങ്ങാൻ പറഞ്ഞ നിങ്ങളുടെ പ്രഖ്യാപനം, റസൂലുള്ളാഹിന്റെ പേരിൽ ഒരു ഫാത്തിഹ ഓതിയിട്ട് യാ അക്രമ ചൊല്ലിയിട്ട് നിങ്ങൾ ഉറങ്ങൂ, ഉറങ്ങിയാൽ നിങ്ങൾക്ക് നല്ല ഉറക്കം കിട്ടുമെന്ന നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് റസൂലുള്ളാഹിന്റെ സ്വഹാബത്തിന്റെ ഉരകല്ല് കൊണ്ട് ഞങ്ങളൊന്ന് ഉരച്ചു നോക്കട്ടെ. ഉരച്ചു നോക്കുമ്പോൾ ഞങ്ങൾക്ക് കാണുന്ന ഒരു കാര്യമുണ്ട്. അള്ളാന്റെ റസൂല് ഞങ്ങളെ പഠിപ്പിച്ചു, സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തു. നിങ്ങൾ ഉറങ്ങാൻ നേരത്ത് യാ അക്രമ ചൊല്ലണം എന്നല്ല, യാ അക്രമ എന്ന് ചൊല്ലണമെന്നല്ല, മറിച്ച് റസൂലുള്ള ഞങ്ങളെ പഠിപ്പിച്ചു. ഇദാ അതൈത മൽജഅക, നീ നിന്റെ ഉറക്ക സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ, നീ നിന്റെ ഉറക്കപ്പായിലേക്ക് എത്തുമ്പോൾ, ഉറങ്ങാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ, നമസ്കാരത്തിന് ഒളുവെടുക്കുന്നത് പോലെ നീ ഒളുവെടുക്കണം. നമസ്കാരത്തിന് ഒളുവെടുക്കുന്നത് പോലെ ഒളുവെടുക്കണം. അതുകൊണ്ട് കണ്ടോ, നമ്മൾ പെർമിഷൻ എടുത്ത് പരിപാടി നടത്താം. അത് കേൾക്കാതിരിക്കും, ഇത് കേട്ടിട്ട് മറുപടി പറയല്ലേ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പറയുകയാണ്, അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക, പടച്ചവനെ ഞാൻ എൻ്റെ മുഖത്തെ ഇതാ നിന്നിലേക്ക് അർപ്പിച്ചിരിക്കുന്നു. അസ്ലംതു നഫ്സി ഇലൈക, എന്റെ ശരീരത്തെ ഞാൻ ഇതാ നിനക്ക് അർപ്പിച്ചിരിക്കുന്നു. വവജ്ജഹ്തു വജ്ഹി ഇലൈക, എന്റെ മുഖം ഞാൻ ഇതാ നിന്നിലേക്ക് നേരിടിച്ചിരിക്കുകയാണ് തമ്പുരാനെ. വഅൽജഅ്തു ലഹ്രി ഇലൈക റഗ്ബതൻ വറഹ്ബതൻ ഇലൈക, നാഥാ ഞാൻ എൻ്റെ മുതുക് ഇതാ നിന്നിലേക്ക് ചേർത്ത് വെക്കുകയാണ്, നിന്നെ പേടിച്ചുകൊണ്ടും നിന്നിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടും. പടച്ചവനെ, ലാ മൽജഅ വലാ മൻജാ മിൻക ഇല്ലാ ഇലൈക, നിന്നിലേക്കല്ലാതെ ഒരഭയമില്ലല്ലോ നാഥാ, ഒരു രക്ഷാ കേന്ദ്രമില്ലല്ലോ നാഥാ.
ലാ മൽജഅ വലാ മൻജാ മിൻക ഇല്ലാ ഇലൈക ആമന്തു ബികിതാബികല്ലദീ അൻസൽത വബിനബിയികല്ലദീ അർസൽത. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്, അഹ്സനീ, രാത്രി കിടക്കാൻ പോകുമ്പോഴുള്ള റസൂലുള്ളാഹിന്റെ സുന്നത്തെങ്കിലും ഒന്ന് പഠിക്കണ്ടേ. അവിടെ റസൂലുള്ള പഠിപ്പിച്ചത് എന്റെ പേരിൽ നിങ്ങൾ ഫാത്തിഹ ഓതാനല്ല, എന്റെ പേരിലൊരു ഫാത്തിഹ നിങ്ങളങ്ങ് ഓതിക്കോളൂ എന്നല്ലല്ലോ. നിങ്ങളുണ്ടാക്കിയ മതമല്ലേ അത്, നിങ്ങളുണ്ടാക്കിയ ആശയമല്ലേ അത്, റസൂലുള്ളാഹിക്ക് പരിചയമില്ല. നേരത്തെ സഅദി പറഞ്ഞതുപോലെ നമ്മൾ സഹാബത്താകുന്ന ഉരകല്ല് കൊണ്ടൊന്ന് ഉരച്ചു നോക്കിയപ്പോൾ സഹാബികൾ അങ്ങനെ ചെയ്യുന്നില്ല. ഇനി എന്താണ് ഈ പറഞ്ഞ പുണ്യപരമായ യാക്രമ? അത് ബുർദബൈത്തിന്റെ അവസാന ഭാഗത്തുള്ള വാചകമാണ്. يا أكرم الخلق ما لمن ألوذ به سواك عند حلول للحديث العميم. യാ അക്രമൽ ഖൽഖി, സൃഷ്ടികളിൽ ശ്രേഷ്ഠനായ നബിയേ, മാലി മൻ അലൂദു ബിഹി സിവാക, നിങ്ങളല്ലാതെ നബിയേ, നിങ്ങളല്ലാതെ നബിയേ എനിക്ക് ആരുണ്ട് അഭയം നൽകാൻ, നിങ്ങളല്ലാതെ എനിക്ക് അഭയം ആരുണ്ട് നബിയേ. ഇൻദ ഹുലൂലിൽ ഹദീസിൽ അമീമി, വ്യാപകമായി പ്രശ്നമുണ്ടാകുന്ന സമയത്ത്, വല്ലാത്ത പ്രതിസന്ധി ഉണ്ടാകുന്ന സമയത്ത് നബിയേ, അങ്ങല്ലാതെ ഒരഭയ കേന്ദ്രമുണ്ടോ എന്ന് ചോദിക്കുന്ന പിൽക്കാലത്തെ ഒരു കവി എഴുതിയ കവിത ചൊല്ലാൻ, റസൂലുള്ളാഹിന്റെ സുന്നത്ത് മാറ്റിവെക്കാൻ, അഹ്സനീ, നിങ്ങൾ പറഞ്ഞത് ശരിയായില്ല, നിങ്ങൾ പഠിപ്പിച്ചത് ശരിയായില്ല, യാ അക്രമ ചൊല്ലൂ എന്ന് നിങ്ങൾ കൊടുത്ത ഫത്വ, അത് റസൂലുള്ളാഹിന്റെ സഹാബത്തിന്റെ ഉരകല്ല്, അതേ സ്വഹാബത്താകുന്ന ഉരകല്ല് കൊണ്ടുരച്ചപ്പോൾ അത് തള്ളിക്കളയുകയാണ്. ആ കേൾക്കുന്ന സാധനത്തെ കുറിച്ച് ഞാൻ പറയാൻ പോണത് എന്ത്? ബുർദ. കണ്ടോ? അപ്പൊ ഈ ബുർദ സാധനം, ഈ സാധനം ഞാൻ പലപ്പോഴും പറയാറുണ്ട്. ഇതൊക്കെ മുമ്പ് കാലത്ത് ചൊല്ലിയിരുന്നത്, അതിൽ പറയുന്ന മുമ്പ് ഒരു കാര്യം എനിക്ക് വേറെ പറയാറുണ്ട് അതിന്റെ കൂട്ടത്തില്. ഈ സാധനം കൊണ്ട് എന്താ നേട്ടം? ഈ ചൊല്ലുന്ന സാധനം ഇപ്പൊ പള്ളി കേൾക്കണല്ലേ, ഈ സാധനം കൊണ്ട് എന്താ നേട്ടം? ആരൊക്കെയാ നേട്ടം ഉണ്ടാക്കുക? മൂപ്പരെന്ന് പറയട്ടെ. ഇത്രയും നന്മകൾ നമ്മുടെ ഈ ഭാഗത്ത് സലാം ഉസ്താദിനെ കൊണ്ടുണ്ടായതാണ്, നിഷേധിക്കാൻ കഴിയില്ല. കുട്ടികൾക്ക് ബുർദ അറിയില്ല. ഞാൻ ബുർദ പഠിച്ചിട്ടുണ്ട്, പലരും പഠിച്ചിട്ടുണ്ട്, സലാമുലെ എൻ്റെ അടുത്ത് ഓതിയിട്ടുണ്ട്. പക്ഷെ ഓരോരുത്തർക്ക് അല്ലാഹു തആല ഓരോ തൗഫീഖ് കൊടുക്കുന്നതല്ലേ. പല ആളുകൾക്കും ബുർദ പ്രശ്നങ്ങൾക്ക് ബുർദ നേർച്ചയാക്കാറുണ്ട്. നമ്മൾ കൊണ്ടോട്ടി അബ്ദുൽ നാസർ ഇവിടെ ഉണ്ട്, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. നല്ലൊരു കുട്ടിയാണ്, ഗൾഫിൽ നിന്ന് വിളിച്ച് ബന്ധപ്പെട്ട് പരിചയമായതാണ്. ആ കുട്ടിയുടെ ഒരു പട്ടണത്തിനിക്ക് എന്നോട് പറഞ്ഞപ്പോ നിങ്ങൾ ബുർദ ചൊല്ലാൻ നീർച്ചാക്കി കളിന്ന് പറഞ്ഞു. അങ്ങനെ നീർച്ചാക്കി അത് ചൊല്ലിപ്പിച്ചത് സലാമുലേരെ കൊണ്ടാ. 90 ബുർദ, അതുപോലെ തന്നെ 40 ബുർദ ഒക്കെ ചൊല്ലും. എനിക്ക് കഴിയൂല 90 ബുർദം ചൊല്ലാൻ, അത് മുഴുവനും സലാമുലേക്ക് ചൊല്ലും. അപ്പൊ ഒരു ബുർദയുടെ അള്ളാഹുവിന്റെ റസൂൽ